learn fictive kin and approach to kinship. The early view that kinship is based on biological and affinal relationship was critiqued on the ground that it was shaped largely by Western notion of natural and universal importance of blood ties. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് രണ്ട് കിൻഷിപ്പുകൾ, അത് രണ്ടും ബേസ് ചെയ്തിട്ടുള്ളത് ഒന്ന് ബ്ലഡ് ടൈസ്, മറ്റത് affinal relationship ആണ്. Such a view excluded a variety of culture in which kinship was not based on the natural facts of marriage and reproduction. The critic argued that it not the mere fact of biology that defined kinship. അപ്പോൾ ക്രിറ്റിക്സ് ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം സ്ട്രെസ് ചെയ്ത് പറയുന്നതുകൊണ്ട് critics argued that it not mere fact of biology and defined kinship. കിൻഷിപ്പിനെ ബയോളജിനെ മാത്രം ബേസ് ചെയ്തിട്ട് ഡിഫൈൻ ചെയ്യണത് ശരിയല്ല. കിൻഷിപ്പ് ക്യാൻ ഓൾസോ ബി ബേസ്ഡ് ഓൺ ലാർജ് നമ്പർ ഓഫ് അതർ ഫാക്ടേഴ്സ്. ഒരുപാട് മറ്റ് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് കിൻഷിപ്പ് ഫോം ചെയ്യാം. വിച്ച് ആർ സോഷ്യൽ ആൻഡ് ദസ് കിൻഷിപ്പ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് റിലേഷൻസ് ആർ ക്രിയേറ്റഡ് ഇൻ മൾട്ടിപ്പിൾ വേസ്. അപ്പോൾ കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ബ്ലഡ് റിലേഷനിൽ കൂടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫിനൽ റിലേഷനിൽ കൂടിയോ മാത്രമുള്ളതല്ല. സുഹൃത ബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധുത്വം സ്ഥാപിക്കാനായിട്ട് മറ്റ് ധാരാളം മാർഗങ്ങളുണ്ട്. അത് സോഷ്യൽ ആൻഡ് ദ കിൻഷിപ്പ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് റിലേഷൻ ആർ ക്രിയേറ്റഡ് ഇൻ മൾട്ടിപ്പിൾ വേയ്സ്. പല രീതിയിൽ മൾട്ടിപ്പിൾ വേയ്സിൽ നമുക്ക് റിലേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇൻ ആൻ അറ്റംപ്റ്റ് ടു റീവിറ്റലൈസ് കിൻഷിപ്പ്, the concept of fictive was used to study system of kinship that was not based on blood and marriage. അപ്പം അങ്ങനെയാണ് ഫിക്റ്റീവ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇവിടെ കിൻഷിപ്പ് സ്റ്റഡീസിന് വേണ്ടി എടുത്തത്. റിലേറ്റഡ് ടേംസ് ആണ്. അക്കോർഡിംഗ് ടു ലൂയിസ് മോർഗൻ ദർ ആർ ടു കൈൻഡ്സ് ഓഫ് കിൻഷിപ്പ് ക്ലാസ്സസ്. മോർഗന്റെ അഭിപ്രായത്തിൽ രണ്ട് തരം കിൻഷിപ്പ് ക്ലാസ്സസ് ആണുള്ളത്. ദ ഡിസ്ക്രിപ്റ്റീവ് ഓർ നാച്ചുറൽ ആൻഡ് ദ ക്ലാസിഫാക്ടറി ഓർ ദ ആർട്ടിഫിഷ്യൽ. അപ്പോൾ രണ്ട് തരം കിൻഷിപ്പ് ക്ലാസ്സസിൽ ഒന്ന് ഡിസ്ക്രിപ്റ്റീവ്, മറ്റത് നാച്ചുറൽ ആൻഡ് ദ ക്ലാസിഫാക്ടറി ഓർ ദ ആർട്ടിഫിഷ്യൽ. ക്ലാസിഫാക്ടറി എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ ആർട്ടിഫിഷ്യൽ എന്ന് പറയാം. ദ ലേറ്റർ ഓർ ക്ലാസിഫാക്ടറി, ലാസ്റ്റ് പറഞ്ഞത് ദ ലേറ്റർ ഓർ ക്ലാസിഫാക്ടറി കിൻഷിപ്പ് ഹാസ് ബീൻ ഓൾസോ ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് ഫിക്റ്റീവ് ഓർ ക്ലെയിംഡ് കിൻഷിപ്പ് റെഫറിംഗ് ടു റിലേഷൻസ് വിത്തൗട്ട് എവിഡൻസ് ഓഫ് ബയോളജിക്കൽ ഡിസെൻഡിൽ നിന്ന് അല്ലാതെ ബാക്കിയുള്ള പല കിൻഷിപ്പുകളെയും റെഫർ ചെയ്യുന്നതാണ് ഈ ഫിക്റ്റീവ് എന്നുള്ള ടൈം. ദിസ് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഈസ് ഓഫൺ യൂസ് ടു എൻകറേജ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇൻ്ററാക്ഷൻ. അപ്പം ഈ ഫിക്റ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഓഫൺ യൂസ് ടു എൻകറേജ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇൻ്ററാക്ഷൻ. Another way fictive kinship has been described in anthropology is the use of the term relatedness. അപ്പോൾ റിലേറ്റഡ്നെസ് ആ വേർഡും ഇവിടെ ഈ ഫിക്റ്റീവിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ വേറൊരു പദമാണ് കിൻഷിപ്പിംഗ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഫിക്റ്റീവ് റിലേഷൻസ്. ദർ ആർ സോ മെനി ടൈപ്സ് ഓഫ് ഫിക്റ്റീവ് റിലേഷൻസ്. Since fictive relations varies culture to culture, there is existence of different types of relation described as fictive. അപ്പോൾ ഫിക്റ്റീവ് കിൻഷിപ്പ് വാരീസ് ഫ്രം കൾച്ചർ ടു കൾച്ചർ. ഓരോ കൾച്ചറുകളിലും വ്യത്യസ്ത ഫിക്റ്റീവ് കിൻഷിപ്പുകൾ ഉള്ളതുകൊണ്ട് ദർ ഈസ് എക്സിസ്റ്റൻസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഫിക്റ്റീവ്. പല ടൈപ്പ് റിലേഷൻഷിപ്പിനെ നമുക്ക് ഫിക്റ്റീവ് എന്ന് പറയാം. ദർ ആർ ഡിഫറെൻറ്റ് വേയ്സ് ഇൻ വിച്ച് ഫിക്റ്റീവ് കിൻഷിപ്പ് ഹാസ് ബീൻ ക്ലാസിഫൈഡ്. ഈ ഫിക്റ്റീവ് കിൻഷിപ്സ് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പല രീതികളുണ്ട്. വൺ ടൈപ്പ് ഓഫ് കാറ്റഗറൈസേഷൻ ഈസ് ഓൺ ദ ബേസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് റിലേഷൻഷിപ്പ്. ഇറ്റ് കുഡ് ബി ഓഫ് 3 ടൈപ്സ്. അതിൽ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ വർഗീകരണം. അതിങ്ങനെയാണ്. ഇറ്റ് കുഡ് ബി 3 ടൈപ്സ്. അത് 3 തരത്തിലാകാം. പിയർ ഗ്രൂപ്പ്, അതായത് സമപ്രായക്കാരുടെ ഗ്രൂപ്പുകൾ, പിയർ ഗ്രൂപ്പ്, റിലീജിയസ് ഗ്രൂപ്പ് ആൻഡ് ബോണ്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഈ 3 രീതിയിൽ കൂടി ഫിക്റ്റീവ് റിലേഷൻഷിപ്പ് ഫോം ചെയ്യാൻ പറ്റും. ദെൻ ദർ ഈസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ റിലേഷൻസ്, ദോസ് ബിറ്റ്വീൻ പിയർ ഗ്രൂപ്പ്സ് റിസംബ്ലിംഗ് സിബ്ലിംഗ്സ് ടൈസ്, ആൻഡ് ദ വെർട്ടിക്കൽ ഓർ ദോസ് റിസംബ്ലിംഗ് ഇന്റർ ജനറേഷണൽ ടൈസ്. അപ്പം 2 തരം റിലേഷൻഷിപ്പ്, ഒന്നില്ലെങ്കിൽ ഹൊറിസോണ്ടൽ, അതല്ലെങ്കിൽ
വെർട്ടിക്കൽ ആയിട്ടുള്ള. അപ്പോൾ ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പിന് അതായത് ഒരേ നിരയിൽ വരുന്ന റിലേഷൻഷിപ്പ്, അതായത് പിയർ ഗ്രൂപ്പ്സ്, അതുപോലെ തന്നെ അതേ പ്രായക്കാരായിട്ടുള്ള സിബ്ലിങ്സ് ടൈസ്, അതൊക്കെ വെർട്ടിക്കൽ റിലേഷൻഷിപ്പിൽ വരുന്നതാണ്. അതുപോലെ ഒരു ജനറേഷൻ വേറൊരു ജനറേഷൻ അങ്ങനെ വരുന്നത് വെർട്ടിക്കൽ റിലേഷൻഷിപ്പിൽ വരുന്നതാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ധാരാളം എക്സാമ്പിൾസ് നമുക്ക് ഈ ഫിക്റ്റീവ് റിലേഷൻസിന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് there are various types of fictive relations are there. ഇനി ഫാക്ടേഴ്സ് ഫോർ ഫോർമേഷൻ ഓഫ് ഫിക്റ്റീവ് ടൈസ്. ഫിക്റ്റീവ് ടൈസ് ഫോം ചെയ്യാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ് ഫോർ ഫോർമേഷൻ ഓഫ് ഫിക്റ്റീവ് ടൈസ്. അതിൽ ഫസ്റ്റ് വൺ, absence of family like setting. First factor ആണ് absence of family like setting. The absence of certain primary family relations often leads to the desire to be surrounded by close relatives. As a result, a non-family relationship develop into family-like relationship where members feels the sense of belongings. അപ്പോൾ ഒന്നിച്ച് ഒരു കുടുംബം പോലെ, ഒരു പ്രൈമറി ഫാമിലി പോലെ എത്ര ക്ലോസ് റിലേഷൻഷിപ്പിൽ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ വേറെ ഒരു സന്ദർഭം അതിന് പറ്റിയ ഒരു സന്ദർഭം ഉണ്ടാക്കി എടുക്കും. ആസ് എ റിസൾട്ട് എ നോൺ ഫാമിലി റിലേഷൻഷിപ്പ്, ഒരു ഫാമിലിയിലുള്ളതല്ല, പുറത്തുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് എ നോൺ ഫാമിലി റിലേഷൻഷിപ്പ് ഡെവലപ്പ് ഇൻ ടു എ ഫാമിലി ലൈക്ക് റിലേഷൻഷിപ്പ്. അങ്ങനെയുള്ള പരിതസ്ഥിതിയിൽ ഒരു ഫാമിലി ലൈക്ക് റിലേഷൻഷിപ്പ് ഫോം ചെയ്യും, വേർ മെമ്പേഴ്സ് ഫീൽ ദ സെൻസ് ഓഫ് ബിലോങ്ങിങ്സ്. അപ്പോൾ അവിടെ പരസ്പരം ബന്ധപ്പെട്ടവരും പരസ്പരം ബന്ധുക്കളും ഒരാൾക്ക് മറ്റൊരാൾ ആവശ്യമുള്ളതാണെന്നുള്ള ഒരു തോന്നലുണ്ടാവും. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഈ ഫിക്റ്റീവ് കിൻഷിപ്പ് ഫോം ചെയ്യും. ദസ് ഫിക്റ്റീവ് കിൻ ടൈസ് ഓഫൺ ഫോംഡ് when primary family ties such as adult children or a partner is missing or absent. അപ്പോൾ അങ്ങനെ ഈ ഫിക്റ്റീവ് ടൈസ് ഉണ്ടാക്കപ്പെടുന്നത് പ്രൈമറി ഫാമിലി ടൈസിൽ ആരെങ്കിലും നഷ്ടപ്പെട്ട പാരൻ്റർ, ഏതെങ്കിലും ഒരു മാതാവോ പിതാവോ ആരെങ്കിലും മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ വേറൊരു വ്യക്തി മരിച്ചു പോവുകയാണെങ്കിൽ അവിടെ ഫിക്റ്റീവ് റിലേഷൻഷിപ്പ് ഫോം ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ ആഫ്രിക്ക the slave population replaced their absent extended family with fictive kin. അപ്പോൾ ആഫ്രിക്കയിൽ സ്ലേവ് പോപ്പുലേഷനിൽ ഒരു റീപ്ലേസ്മെന്റ് നടക്കാറുണ്ട്. അവിടുത്തെ ഒരു വ്യക്തി മരിച്ചുപോയ അയാളുടെ സ്ഥാനത്തേക്ക് വേറെ ഒരാളെ കൊണ്ടുവരിക എന്നുള്ളത്. ഫ്രം ദ സെയിം എത്തനിക്, ആ സെയിം എത്തനിക്കിൽ നിന്ന് ഒരു നാഷണൽ കമ്മ്യൂണിറ്റി ടു പെർഫോം ദ റോൾ ഓഫ് ആബ്സെന്റ് ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ ഫാമിലി മെമ്പറുടെ റോള് ഫില്ല് ചെയ്യാൻ വേണ്ടി അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതേ എത്തനിക്ക് അല്ലെങ്കിൽ നാഷണൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വേറൊരാൾ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാറുണ്ട്. അനദർ എക്സാമ്പിൾ ഈസ് ദാറ്റ് ഓഫ് ഇമിഗ്രന്റ് ഹൂസ് ആർ ഇൻ ഫോറിൻ ലാൻഡ്. ഇമിഗ്രൻസ്, വിദേശത്ത് പോയി താമസിക്കുന്ന ആളുകളാണെങ്കിൽ വിത്തൗട്ട് ദെയർ പ്രൈമറി ഫാമിലി മെമ്പേഴ്സ്, അവർ ഒറ്റക്ക് പോകുമ്പോൾ അവരുടെ പ്രൈമറി ഫാമിലി മെമ്പേഴ്സൊക്കെ നാട്ടിലായിരിക്കും. അപ്പോൾ അങ്ങനെ സന്ദർഭത്തിൽ അവർക്ക് ഒറ്റപ്പെട്ട ഒരു തോന്നൽ ഉണ്ടാകാതിരിക്കാൻ ദേ കൾട്ടിവേറ്റ് interpersonal ties with the co-workers in an effort to cope with uncertainty and resource scarcity. They cultivate ഇന്റർപേഴ്സണൽ ടൈസ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവർ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഇന്റർപേഴ്സണൽ ടൈസ് ഉണ്ടാക്കും കോവർക്കേഴ്സുമായിട്ട്. അങ്ങനെ അവരുമായിട്ട് സഹകരിച്ചു പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ, റിസോഴ്സസിൻ്റെ കുറവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് അസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഹെൽപ്പായിട്ട് അവർ ഈ ഫിക്റ്റീവ് റിലേറ്റീവ്സ് അവിടെ ഉണ്ടാവും. സച്ച് ഫോം ഓഫ് കിൻഷിപ്പ് ഈസ് റെലവൻറ്റ് ടു പീപ്പിൾ ഹൂ ഫോം റിലേഷൻഷിപ്പ് ഇൻ വിച്ച് ദേ റിഗാർഡ് അനദർ ആസ് ബീങ് പാർട്ട് ഓഫ് ദെയർ ഫാമിലി ഡ്യൂ ടു ടൈസ് ഓഫ് എഫെക്ഷൻ ഓർ എമോഷണൽ സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഒരു വീട്ടിൽ കിട്ടിയിരുന്ന പോലെ തന്നെ എഫക്റ്റും എമോഷണൽ സിഗ്നിഫിക്കൻസും എഫക്ഷനും ഒക്കെ അവർക്കും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ഒറ്റപ്പെട്ട രീതിയിൽ താമസിക്കുമ്പോൾ ഈ ഫിക്റ്റീവ് റിലേഷൻഷിപ്പിൽ കൂടി നേടാൻ പറ്റും. നോൺ ട്രഡീഷണൽ ഫാമിലി ഫോംസ് സച്ച് ആസ് ഗേ ആൻഡ് ലെസ്ബൻ യൂണിയൻ ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ഫിക്റ്റീവ് കിൻഷിപ്പ്. ഈ ലെസ്ബിയൻ എന്ന് പറയുന്നത് സ്വവർഗരതിയിൽ താല്പര്യമുള്ള സ്ത്രീകൾ. അപ്പം അങ്ങനെയുള്ളവർ അവരൊക്കെ ഒറ്റപ്പെട്ട രീതിയിലാണെങ്കിൽ അവർക്ക് പറ്റിയ രീതിയിലുള്ള ഫിക്റ്റീവ് കിൻഷിപ്പ് ഫോം ചെയ്യും. ലെസ്ബിയൻ and gay men who are rejected by their family and are excluded from cultural definition of family create fictive kin with their homosexual partners as way to legitimize and reinforce their relationship. അപ്പോൾ അവർ സാധാരണ ഇതുപോലെയുള്ള ആളുകളെ വീട്ടിൽ നിന്ന് അവർ മാറിയായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു ഒറ്റപ്പെടലുകൾ തോന്നാതിരിക്കാനായിട്ട് അവർ ഹോമോസെക്ഷൽ പാർട്ട്നേഴ്സിനെയും കൂടി കൂട്ടത്തിൽ താമസിപ്പിക്കുക, അവരോടൊത്ത് ജീവിക്കുക എന്നുള്ള ഒരു
ഒരു മെത്തേഡ് കൊണ്ടുവരും. നെക്സ്റ്റ് അതാണ് ആബ്സെൻസ് ഓഫ് ഫാമിലി ലൈക്ക് സെറ്റിംഗ്. അവർക്ക് ഫാമിലി ലൈക്ക് സെറ്റിംഗ് കിട്ടാതെ വരുമ്പോൾ ആ സെറ്റിംഗ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഫിക്റ്റീവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കിൻഷിപ്പ് ഫോം ചെയ്യാറുണ്ട്. സെക്കൻഡ് ഫാക്ടറാണ് റിലീജിയസ് പ്രാക്ടീസ്. റിലീജിയസ് പ്രാക്ടീസിൽ കൂടി ഫിക്റ്റീവ് കിൻഷിപ്സ് ആർ ഫോമിങ്. ഫിക്റ്റീവ് കിൻ അസോസിയേഷൻ ആർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എ റിലീജിയസ് സെറ്റിംഗ് ലൈക്ക് എ ബാപ്റ്റിസം. ഇപ്പോൾ ബാപ്റ്റിസം, ജ്ഞാനസ്നാനം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഫിക്റ്റീവ് kin association establish ചെയ്യാറുണ്ട്. ബാപ്റ്റിസം ആർ ദ ആക്ട് ഓഫ് ഇനിഷ്യേറ്റിംഗ് ആൻ ഇൻഡിവിജ്വൽ ഇൻ ടു എ റിലീജിയൻ ആൻഡ് മേക്കിംഗ് ദം എ പാർട്ട് ഓഫ് നെറ്റ്വർക്ക് ഓഫ് പീപ്പിൾ വിത്ത് ഷെയർഡ് ബിലീഫ്സ്. ഷെയർഡ് ബിലീഫ്സ് ഉള്ളവർ, അവരുടെ ബാപ്റ്റിസം എന്ന് പറയുന്നത് ആക്ട് ഓഫ് ഇനിഷ്യേറ്റിംഗ് ആൻ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിനെ, ഒരു കുട്ടീനെ, ഒരു വ്യക്തിയെ ഒരു റിലീജിയനിലേക്ക് എൻ്റർ ചെയ്യുന്നതാണ് ക്രിസ്ത്യാനിറ്റിയിൽ. അതിനെയാണ് ക്രിസ്ത്യാനിയാക്കുക എന്നുള്ള ആ പ്രോസസ്സാണ് ബാപ്റ്റിസത്തിൽ കൂടി നടക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ബാപ്റ്റിസത്തിന് ഒരു പാരൻസ് ഉണ്ടാവും, ഒരു ഗോഡ് ഫാദറും ഒരു ഗോഡ് മദറും. ദ ഗോഡ് പാരൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ബീങ് ബാപ്റ്റൈസ്ഡ് ഫ്രം എ ഫിക്റ്റീവ് കിൻഷിപ്പ് കണക്ഷൻ വിത്ത് ദ ന്യൂലി ബാപ്റ്റൈസ്ഡ്, their parents and with any other godparents the baptized person may have. അപ്പോൾ അവർ ഈ ഗോഡ് ഫാദറും ഗോഡ് മദറും ഈ കുട്ടിയുടെ കാര്യങ്ങൾ അച്ഛനും അമ്മയും എങ്ങനെ നോക്കണം അതുപോലെ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളൊരു പ്രോമിസ് അവരവിടെ ചെയ്യുന്നുണ്ട്. ഫർദർ മെമ്പേഴ്സ് ഓഫ് എ റിലീജിയസ് മൂവ്മെന്റ്സ് മേ റിഫർ ടു ഈച്ച് അതേഴ്സ് ആസ് ബ്രദർ. അതുപോലെ തന്നെ ഓരോ റിലീജിയസ് മൂവ്മെന്റ്സിൽ ജെൻസ് തമ്മിൽ ബ്രദർന്നും അതുപോലെ ഫീമെയിൽ ആണെങ്കിൽ സിസ്റ്റർ എന്നൊക്കെ അഭിസംബോധന ചെയ്ത് അങ്ങനെ ഒരു റിലീജിയസ് പ്രാക്ടീസസിൻ്റെ ഇടയ്ക്ക് കിൻഷിപ്പ് ഫോം ചെയ്യാറുണ്ട്. ഇതെല്ലാം ഫിക്റ്റീവ് കിൻഷിപ്പിൻ്റെ ഓരോ ടൈപ്പാണ്. ഇനി അടുത്തത് ഷെയറിംഗ് ഓഫ് കോമൺ സബ്സ്റ്റൻസ് ഓഫ് ലൈഫ് സിറ്റുവേഷൻ. ലൈഫ് സിറ്റുവേഷനിൽ കോമൺ സബ്സ്റ്റൻസസ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഫിക്റ്റീവ് റിലേഷൻസ് ആർ ക്രിയേറ്റഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ഇൻ മെനി അവന്യൂസ് ഔട്ട്സൈഡ് ദ ട്രഡീഷണൽ സൈസ് ഓഫ് കിൻഷിപ്പ്, മെയിൻലി ഫാമിലി, ക്ലാൻ എക്സെട്ര. അപ്പോൾ ഫാമിലി, ക്ലാൻ അവിടെയൊക്കെ കൂടാതെ തന്നെ പുറത്തും ഫിക്റ്റീവ് റിലേഷൻസ് ഒത്തിരി ഫോം ചെയ്യാറുണ്ട്. എക്സാമ്പിൾ, ദ മിലിറ്ററി ഹാസ് ഓൾസോ ബി ആൻ അവന്യൂ. മിലിറ്ററി എന്നുള്ള ആ സമുച്ചയം തന്നെ ഇതുപോലെയുള്ള ഫിക്റ്റീവ് കിൻഷിപ്പ് ഫോം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. സച്ച് ആസ് ദ സെൻസ് ഓഫ് ബ്രദർഹുഡ് ഫെൽറ്റ് ബൈ ദ സോൾജിയേഴ്സ്. അപ്പോൾ സോൾജിയേഴ്സ് ആണെങ്കിൽ സാധാരണ വീട്ടിൽ നിന്നൊക്കെ അകലത്തിലാവുമ്പോൾ അവർ പരസ്പരം ഒരു ബ്രദർഹുഡ് എന്നുള്ള ഒരു ഫീലിംഗ് അവരുടെ ഇടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. ഫിക്റ്റീവ് കിൻഷിപ്പ് ഹാസ് ബീൻ ഡെമോൺസ്ട്രേറ്റഡ് among the spouses of military men and women as well. അതുപോലെ മിലിറ്ററി മെൻ്റെ വുമൻ്റെ ഒക്കെ സ്പൗസസിനും ഏതെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ അവർ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ മറ്റ് സുഹൃത്ത് വലയങ്ങളുടെ ആളുകൾ അവിടെ ഈ സെയിം മിലിറ്ററിയിലുള്ള ആളുകൾ സഹായികളായിട്ട് മാറാറുണ്ട്. ദിസ് റിലേഷൻഷിപ്പ് മേ ഫെസിലിറ്റേറ്റ് ക്ലോസ് ബോൺസ് ദാറ്റ് ആർ ബെനിഫിഷ്യൽ ഡ്യൂറിങ് ടൈംസ് ഓഫ് ഹാർഡ്ഷിപ്പ്. ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ഇങ്ങനെയുള്ള ഈ റിലേഷൻഷിപ്പ് അവരുടെ ക്ലോസ് ബോൺസ്, ഈ ഫിക്റ്റീവ് കിൻഷിപ്പിൻ്റെ ക്ലോസ് ബോൺസ് കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് മാറ്റാറുണ്ട്. അനദർ എക്സാമ്പിൾ ഇസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രദർഹുഡ് എമംഗ് മൈഗ്രൻസ് ആൻഡ് ഇമിഗ്രൻസ്. അതുപോലെ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മൈഗ്രൻസിൻ്റെ ഇമിഗ്രൻസിൻ്റെ ഒക്കെ ഇടയ്ക്കുള്ള ബ്രദർഹുഡ് സ്വഭാവം. ദേ ആർ നോൺ ടു ഫോം സ്യൂഡോ ഫാമിലീസ് ഇൻ വിച്ച് ദേ കോപ്പറേറ്റ് വിത്ത് ലിവിങ് ആൻഡ് വർക്കിംഗ് സിറ്റുവേഷൻ. അവർ പുറത്തെവിടെയെങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടെ ചെന്ന് താമസിക്കുകയാണെങ്കിൽ അവിടെ ഒറ്റപ്പെടാതിരിക്കാനായിട്ട് അവിടെ അവരുടെ സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ദേ ആർ നോൺ ടു ഫോം സ്യൂഡോ families in which they cooperate within living and working situations. These relationships benefit them by creating a support system that would otherwise be unable to those living far from home. അപ്പോൾ വീട്ടിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനേ പറ്റില്ല. അപ്പോൾ ജീവിക്കാൻ തോന്നത്തക്ക രീതിയിൽ ഇതുപോലെയുള്ള സുഹൃത്ത് വലയങ്ങൾ സ്വന്തം എന്നുള്ള തോന്നലുണ്ടാകുമ്പോഴേക്കും അവിടെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ക്രൈം നെറ്റ്വർക്ക്സ് ആൻഡ് യൂത്ത് ഗ്യാങ്സ് എംപ്ലോയ് കിൻഷിപ്പ് ബോൺസ് ആൻഡ് ഐഡിയാസ് ഓഫ് ബ്ലഡ് ബ്രദർഹുഡ് ആസ് ഓർഗനൈസിങ് പ്രിൻസിപ്പിൾസ്. അവരും ഇതുപോലെയുള്ള ഈ ക്രൈം നെറ്റ്വർക്ക്സിൻ്റെ ആളുകളും തമ്മിൽ ഇങ്ങനെ ഫിക്റ്റീവ് കിൻഷിപ്പ് ഫോം ചെയ്യാറുണ്ട്. ഇനി ഓണർ ഓർ റെസ്പെക്ട് ഫോർ നോൺ കിൻ മെമ്പേഴ്സ് അടുത്ത ഫാക്ടറാണ്. ഇൻ മെനി സൊസൈറ്റീസ് ഫിക്റ്റീവ് കിൻഷിപ്പ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ എവറിഡേ ലൈഫ് ആസ് എ ഫോം ഓഫ് ഷോയിങ് റെസ്പെക്റ്റ്. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെയുള്ള കിൻഷിപ്പ് ഫിക്റ്റീവ് കിൻഷിപ്സ് ഫോം ചെയ്യാറുണ്ട്. എക്സാമ്പിൾ, ഓൾഡർ മിഡിൽ ഏജ്ഡ് മെൻ ആൻഡ് വുമൺ.
അതായത് 30 മുകളിലുള്ള ആളുകൾ ടേംസ് ആസ് അങ്കിൾ ഓർ ആൻറ്റി യൂഷ്വലി ബൈ പീപ്പിൾ ഹു ആർ യങ്ങർ ഇൻ കമ്പാരിസൺ. അപ്പം 30 മിഡിൽ ഏജ്ഡ് ആളുകൾ വുമണാകാം അല്ലെങ്കിൽ മെന്നാകാം, അവരെക്കാളും കുറെ ഇളയതായിട്ടുള്ള ചെറിയ ആളുകൾ ഈ ഓൾഡർ മിഡിൽ ഏജ്ഡ് ആളുകളെ അങ്കിൾ ആൻറ്റി എന്നൊക്കെ സംബോധന ചെയ്ത് അങ്ങനെ ആ സംബോധനയിലൂടെയും ഇതുപോലെയുള്ള ബന്ധങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദീസ് ടേംസ് ആർ യൂസ്ഡ് ആസ് ഫോം ഓഫ് ഫ്രണ്ട്ലി യേറ്റ് റെസ്പെക്ട്ഫുൾ അഡ്രസ്. അത് ഫ്രണ്ട്ലിയുടെയും ആവും, അതുപോലെ തന്നെ ഒരു ബഹുമാനത്തിൻ്റെയും സൂചനയായിട്ടാണ് ഈ ഓൾഡർ പേഴ്സൺസിന് അങ്കിൾ അല്ലെങ്കിൽ ആൻറ്റി എന്നൊക്കെ സംബോധനയാണ്. ഇറ്റ് ഓൾസോ ക്രിയേറ്റ്സ് എ ടെമ്പററി ആൻഡ് സീമിംഗ്ലി ഫെമിലിയർ റിലേഷൻഷിപ്പ് ആൻഡ് ഹെൽപ്പ് ടു ഫെസിലിറ്റേറ്റ് ഇൻ്ററാക്ഷൻ. അപ്പോൾ ഇങ്ങനത്തെയുള്ള ഈ വിളിയിൽ നിന്ന് തന്നെ അവർ പരസ്പരം ഒരു റിലേഷൻഷിപ്പ്, നല്ലൊരു സുഹൃത്ത് വലയം തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻ്ററാക്ഷനും ഫെസിലിറ്റേറ്റ് ഇൻ്ററാക്ഷൻ ഓൾസോ. ഇറ്റ് ഈസ് also common for one to address friends of parents as auntie or uncle. Next, medical or legal requirements. Some fictive kin relationships have been discovered in Israel in relation to organ transplants. ഇപ്പോൾ ആധുനിക യുഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഓർഗൻസ്, അവയവ മാറ്റിവയ്ക്കൽ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ്. അപ്പോൾ പ്രത്യേകിച്ച് ഇത് ഇസ്രായേലിലാണ് ഇത് ആദ്യം തുടങ്ങിയത്. ഇങ്ങനെ വരുമ്പോഴേക്കും ഫിക്റ്റീവ് കിൻ റിലേഷൻഷിപ്പ് ഹാവ് ബീൻ ഡിസ്കവേർഡ്. അവിടെയാണ് ഇതുപോലെയുള്ള ഒരു ഫിക്റ്റീവ് കിൻ റിലേഷൻഷിപ്പ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അതായത് ഹോസ്പിറ്റൽ കമ്മിറ്റീസ് ആർ ഫോം ടു അസസ് വെദർ ദ ഓർഗൻ ഡൊണേഷൻ ഈസ് ഫ്രം എ ട്രൂ ഫാമിലി മെമ്പർ ഓർ ഫ്രം എ ഫ്രണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ ഓർഗൻ സ്വീകരിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യാറുണ്ട്. ഒന്നില്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന്, അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന്, ദൂരത്തുള്ള ആളുകളിൽ, മറ്റ് പുറത്തുള്ള ആളുകളിൽ നിന്ന്. ഇൻ ഓർഡർ ടു ചിലപ്പോൾ ഫാമിലി മെമ്പറിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഏതെങ്കിലും ആയിരിക്കും. അപ്പോൾ ഫാമിലി മെമ്പറും ആകാം, അല്ലെങ്കിൽ ഫാമിലിക്ക് പുറത്തുള്ള ആളിൽ നിന്നും അവയവങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ്, ഇങ്ങനെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സിൽ സം ഇൻഡിവിജ്വൽസ് ആർ ഫോഴ്സ്ഡ് ടു ഫൈൻഡ് സ്ട്രേഞ്ചേഴ്സ് ആൻഡ് പേ ദം കോമ്പൻസേഷൻ ഫോർ ദ പ്രൊസീജിയർ. അപ്പോൾ ഇങ്ങനെ അകത്തുനിന്ന് കിട്ടാതെ ആകുമ്പോൾ പുറത്തുനിന്ന് ആളുകൾ ഇങ്ങനെ അവയവങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിന് സ്ട്രേഞ്ചേഴ്സിൽ നിന്ന് സ്വീകരിക്കാറുണ്ട്. അപ്പോൾ സ്ട്രേഞ്ചേഴ്സിന് ഒരു കോമ്പൻസേഷനും അതിനായിട്ട് കൊടുക്കാറുണ്ട്. അതിന് ഇത്ര തുകയെന്നുണ്ട്, ആ തുക അവർ കൊടുക്കുകയും ചെയ്യും. ഹവർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ donor and recipient must be invented as a familiar relationship in order to pass through the hospital committee. അപ്പോൾ എങ്ങനെയായാലും കമ്മിറ്റി അത് സ്വീകരിക്കാമെന്ന് ഹോസ്പിറ്റൽ കമ്മിറ്റി അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഡോണറും അതുപോലെ റിസീവറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ ക്ലോസ്ഡ് ആകും. അങ്ങനെ ഫിക്റ്റീവ് കിൻഷിപ്പ് ഈസ് ക്രിയേറ്റഡ് നോയിങ്ലി ടു ബോത്ത് പാർട്ടീസ് ഇൻ ഓർഡർ ടു അച്ചീവ് ദെയർ ഗോൾസ് ആൻഡ് ഈസ് മ്യൂച്വലിസ്റ്റിക് ഇൻ നേച്ചർ. ഇനി അടുത്തത് കൾച്ചറൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഫിക്റ്റീവ് കിൻഷിപ്പ്. അതിൽ ഫസ്റ്റ് there are special forms of fictive kinship relations in different societies. Examples of some of them are explained below. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് ഫീസ്റ്റ് ഓഫ് സോൾസ്, ആത്മാക്കളുടെ ഒക്കെ ഒരു ഫീസ്റ്റ്, ഏതെങ്കിലും ഒരു സെറിമണി നടത്തുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫീസ്റ്റ് ഓഫ് സോൾസ്. ദിസ് റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് സെറിമണി ടു ഐഡന്റിഫൈ കിൻഷിപ്പ് ടൈസ് ബിറ്റ്വീൻ പാർട്ടിസിപ്പൻസിൻ്റെ ആ കിൻഷിപ്പ് ടൈസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏതെങ്കിലും ഒരു സെറിമണി നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇതുപോലെയുള്ള ഫിക്റ്റീവ് kinships form ചെയ്യാറുണ്ട്. Those participating in the rituals are defined as having relation because of the fact of sharing ritual bond ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ വേറെ ബന്ധങ്ങളൊന്നും, കിൻഷിപ്പ് വേറെ ബ്ലഡ് റിലേഷനോ മാരേജ് വഴിയുള്ള ബന്ധമൊന്നും ഇല്ലെങ്കിൽ തന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആ ആളുകൾ തമ്മിൽ ഒരു റിലേഷൻ ഉള്ളതായിട്ട് കണക്കാക്കാറുണ്ട്. ദിസ് റിക്വയർഡ് ദാറ്റ് എ റിച്വൽ ടേക്സ് പ്ലേസ് ഇൻ ഓർഡർ ഫോർ ദ ക്രിയേഷൻ ഓഫ് കിൻഷിപ്പ് ടൈസ് ടു ബി അക്നോളജ് ആസ് എ ഫോർമൽ അലയൻസ്. അപ്പം ഇതിനെ ഒരു ഫോർമൽ അലയൻസ് ആയിട്ട് കണക്കാക്കാറുണ്ട് കിൻഷിപ്പ് ടൈസിൽ. ഇനി അടുത്തത് മൈത്രി. The term Maitri literally means friendship and is form of fictive kinship. ഈ മൈത്രി എന്നുള്ളത് ലിറ്ററലി മീൻസ് ഫ്രണ്ട്ഷിപ്പ്. അതിൻ്റെ ആ വേർഡ് അർത്ഥം ഫ്രണ്ട്ഷിപ്പ് എന്നാണ്. ആൻഡ് ഈസ് എ ഫോം ഓഫ് ഫിക്റ്റീവ് കിൻഷിപ്പ്. അതും ഒരു ഫിക്റ്റീവ് കിൻഷിപ്പിൻ്റെ ഒരു ഫോമാണ്. മെൻ ഹു ഫോം ഫിക്റ്റീവ് കിൻ ബോൺസ് ആർ കോൾഡ് മിറ്റ്. ആണുങ്ങൾ തമ്മിലാണ്, പുരുഷന്മാർ തമ്മിലാണ് ഇതുപോലെയുള്ള ബന്ധങ്ങളെങ്കിൽ ആ പരസ്പരം അവരെ വിളിക്കുന്നത് മിറ്റ് എന്നാണ് ആ വ്യക്തിയെ. ദ ഫീമെയിൽ ഫ്രണ്ട്സ് ഓഫ് അനദർ വുമൺ ഈസ് കോൾഡ് മിറ്റ്മി. അപ്പോൾ ഒരു വുമണിൻ്റെ വേറൊരു ഫീമെയിൽ
ഫ്രണ്ട് ആണെങ്കിൽ അവരെ വിളിക്കുന്നത് മിറ്റ് മീ എന്നായിരിക്കും. ദ ജനറിക് Generic symmetry is simply defined as an individualistic form of fictional or ritual kinship common among Hindu caste and ethnic group of Nepal. നേപ്പാളിലെ ഹിന്ദു കാസ്റ്റിലും എത്തനിക് ഗ്രൂപ്പിലുമാണ് ഇതുപോലെയുള്ള ഈ മൈത്രി ഫോം ഓഫ് കിൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നത്. There are two rules for establishing a Maitri membership. First is that the bond is made with someone outside one's own clan or caste, and second that it is only made between people of the same sex. അപ്പോൾ ഈ മൈത്രി ഫോം ഓഫ് ഫ്രണ്ട്ഷിപ്പിൽ ഉള്ളത് വൺസ് ഓൺ ക്ലാൻ ഓർ കാസ്റ്റിൽ ഉള്ളവരായിരിക്കില്ല, അതിന് ഉള്ളവരായിരിക്കും. അതാണ് ഒരു കണ്ടീഷൻ. അതിൻ്റെ സെക്കൻഡ് ദാറ്റ് ഇറ്റ് ഈസ് മെയ്ഡ് ബിറ്റ്വീൻ പീപ്പിൾ ഓഫ് സെയിം സെക്സ്. ഇപ്പോൾ ആണുങ്ങളുടേത് മാത്രമായിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടേത് മാത്രമായിട്ട് അങ്ങനെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഫോം ചെയ്യണമെന്നുണ്ട്. അങ്ങനെയുള്ള ആ കിൻഷിപ്പ് റിലേഷൻഷിപ്പിനെയാണ് മൈത്രി അല്ലെങ്കിൽ മിത്രി എന്ന് പറയുന്നത്. ഇനി അടുത്തത് കൊമ്പാർഡാറസോ. ഇതൊക്കെ ഷോർട്ട് നോട്ടിന് വരാവുന്ന കാര്യങ്ങളാണ്. കൊമ്പാർഡാറസോ ഈസ് എ ഫോം ഓഫ് ഫിക്റ്റീവ് കിൻഷിപ്പ് ഫൗണ്ട് ഇൻ സെൻട്രൽ മെക്സിക്കോ ഫോർ ഫാസ്റ്റ് മെനി ഇയേഴ്സ്. കൊമ്പാർഡാറസോ എന്ന് പറഞ്ഞാൽ അതും ഒരു ഫിക്റ്റീവ് കിൻഷിപ്പ് ആണ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ സെൻട്രൽ മെക്സിക്കോ. സെൻട്രൽ മെക്സിക്കോയിലാണ് ഇത് കണ്ടുവരുന്നത്. ഫോർ പാസ്റ്റ് മെനി ഇയേഴ്സ്, കുറേ കഴിഞ്ഞ കാലങ്ങളായിട്ട് സെൻട്രൽ മെക്സിക്കോയിൽ കണ്ടുവരുന്ന ഒരു കിൻഷിപ്പ് ഫോമാണ് കൊമ്പർഡാസോ എന്ന് പറഞ്ഞാൽ. ലിറ്ററലി മീനിങ് കോ പാരൻഹുഡ്. കോ പാരൻഹുഡ് എന്നാണ് ഇതിൻ്റെ സഹ മാതാപിതാക്കൾ എന്ന് പറയും. കോ പാരൻഹുഡ് അതാണ് ഇതിൻ്റെ മീനിങ്. കൊമ്പർഡാസോ ഈസ് എ ടേം ടു ഡിസ്ക്രൈബ് ദ സെറ്റ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ചൈൽഡ്, ദെയർ പാരൻസ് ആൻഡ് ദെയർ ഗോഡ് പാരൻസ്. ഇവിടെ കൊമ്പർഡാസോ എന്ന് പറയുന്ന ഒരു ടേമാണ്. ഇറ്റ് ഈസ് ടു ഡിസ്ക്രൈബ് ദ സെറ്റ് ഓഫ് റിലേഷൻഷിപ്പ്. ഒരു സെറ്റ് റിലേഷൻഷിപ്പിനെ വ്യക്തമാക്കുന്ന ഒരു വേർഡാണ് ഈ കൊമ്പർഡാസോ എന്ന് പറയുന്നത്. ഇനി ആ റിലേഷൻഷിപ്പ് ആരൊക്കെ തമ്മിലാണ്? എ ചൈൽഡ്, their parents and their god parents. ഒരു ചൈൽഡും അതിൻ്റെ പാരൻസും അതിൻ്റെ ഗോഡ് പാരൻസും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന വേർഡാണ് കൊമ്പാർഡാസോ എന്ന് പറഞ്ഞാൽ. ബിഗിനിങ് വിത്ത് ദ ചൈൽഡ്സ് ബാപ്റ്റിസം. അപ്പോൾ ഈ ഗോഡ് ഫാദർ ആയിട്ട് അല്ലെങ്കിൽ ഗോഡ് പാരൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണത് ബാപ്റ്റിസത്തോടുകൂടിയാണ്. ബിഗിനിങ് വിത്ത് ദ ചൈൽഡ്സ് ബാപ്റ്റിസം, ഗോഡ് ഫാദർ ആൻഡ് ഗോഡ് മദർ എഗ്രി ടു ഷെയർ ചൈൽഡ്സ് സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ വെൽഫെയർ. അപ്പോൾ കുട്ടിയുടെ സ്പിരിച്വൽ ആയിട്ടുള്ളതും ആത്മീകമായിട്ടുള്ള എല്ലാ വെൽഫെയറും ഇന്ത്യൻ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാമെന്ന് ഗോഡ് ഫാദറും ഗോഡ് മദറും എഗ്രി ചെയ്യുന്നുണ്ട്. ദിസ് ഫോർമലൈസസ് ബോൺസ് ബിറ്റ്വീൻ ഗോഡ് പാരൻസ്, പാരന്റ് ആൻഡ് ചിൽഡ്രൻ. അപ്പോൾ ഇതുപോലെയുള്ള ഈ ഫോർമാലിറ്റീസ് ആണ് ഇവർ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാക്കുന്നത് ബിറ്റ്വീൻ ഗോഡ് പാരൻസ് ആൻഡ് പാരന്റ് ആൻഡ് ചിൽഡ്രൻ. അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ ഒരു ഫിക്റ്റീവ് റിലേഷൻഷിപ്പ് ഫോം ചെയ്യും. ഇനി അടുത്തത് ഗുരങ് ട്രഡീഷൻ ഓഫ് റോഡി. A noted Gurung tradition is the institution of Rodi. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് റോഡി, ഒരു ആചാര്യം. വേർ ടീനേജേഴ്സ് from fictive kinship bonds and become Rodi members to socialize, perform communal task and find marriage partners. അപ്പോൾ അത് ഇവിടെ ടീനേജേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് അവർ ഒന്നിച്ച് ചേർന്നിട്ടുള്ള ആ കിൻഷിപ്പ് ഫോമാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രത്യേകിച്ചിട്ട് റോഡി മെമ്പേഴ്സ് ടു സോഷ്യലൈസ് ചെയ്യാൻ, പെർഫോം കമ്മ്യൂണൽ ടാസ്ക്, സാമുദായിക കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാൻ, ആൻഡ് ഫൈൻഡ് മാരേജ് പാർട്ട്നേഴ്സ്. അതുകൂടാതെ മാരേജ് പാർട്ട്നേഴ്സിനെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന ഒരു കിൻഷിപ്പ് ബോണ്ടാണ് റോഡി എന്ന് പറഞ്ഞാൽ. ദിസ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ടീനേജേഴ്സ്. ഇത് പ്രത്യേകിച്ച് ടീനേജേഴ്സിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഫോംഡ് ഇൻ ദ എയിം ഓഫ് സോഷ്യലൈസേഷൻ. ഇതിൻ്റെ പ്രത്യേക എയിമാണ് സോഷ്യലൈസേഷൻ നടപ്പാക്കുക. ടു അണ്ടർടേക്ക് കൾച്ചറൽ റെസ്പോൺസിബിലിറ്റീസ് ടുഗെദർ ആൻഡ് ടു ലുക്ക് ഫോർ മാരേജ് പൊട്ടൻഷ്യൽസ്. അപ്പോൾ കൾച്ചറൽ റെസ്പോൺസിബിലിറ്റീസും അതുപോലെ മാരേജ് പൊട്ടൻഷ്യൽസും ഒക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ സോഷ്യലൈസേഷൻ വിത്ത് സൊസൈറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റോഡി എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തിരിക്കുന്നത്. സൊറോറിറ്റി അമംഗ് അമേരിക്കൻ കമ്മ്യൂണിറ്റീസ്. ഇനി അമേരിക്കൻ കമ്മ്യൂണിറ്റീസിലുള്ള വേറൊരു ഫിക്റ്റീവ് ഫോമാണ് സൊറോറിറ്റി. ദിസ് ഈസ് എ ക്ലബ് ഓഫ് ഓർഗനൈസേഷൻ ഓഫ് വുമൺ, യൂഷ്വലി യങ് ആൻഡ് കോമൺലി സ്റ്റുഡൻസ്, ഫോംഡ് മെയിൻലി ഫോർ സോഷ്യൽ പർപ്പസസ് as well as for helping each other out in times of trouble or need. This is a club organization of
വുമൺ. ഇത് സ്ത്രീകളുടേതായിട്ടുള്ള ഒരു ക്ലബ് ഓർഗനൈസേഷനാണ്. യൂഷ്വലി യങ് ആൻഡ് കോമൺലി സ്റ്റുഡൻസ്, അതിൽ കൂടുതലും യുവതികൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിട്ടുള്ളവരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇത് ഫോം ചെയ്തേക്കുന്നത് മെയിൻലി ഫോർ സ്പെഷ്യൽ പർപ്പസ് ആസ് വെൽ ആസ് ഫോർ ഹെൽപ്പിംഗ് ഈച്ച് അതർ ഔട്ട് ഇൻ ടൈംസ് ഓഫ് ട്രബിൾ ഓർ നീഡ്. മറ്റുള്ള പരസ്പരം സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രയാസങ്ങൾ നേരിടുമ്പോഴും ആവശ്യം വരുമ്പോഴും എല്ലാം പരസ്പരം സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓർഗനൈസേഷൻ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഫിക്റ്റീവ് റിലേഷൻഷിപ്പ് usually the members refer to each other as sisters in case of girl grouping and brothers in case of boy grouping. ഈ ഗ്രൂപ്പുകൾ ഗേൾസ് ആണ് ഫോം ചെയ്തേക്കണമെങ്കിൽ അതിൽ അവർ പരസ്പരം സിസ്റ്റേഴ്സ് എന്നാണ് ഓരോരുത്തരെയും റെഫർ ചെയ്യണത്. അതുപോലെ ബോയ്സിൻ്റെ ഗ്രൂപ്പാണെങ്കിൽ ബ്രദേഴ്സ് എന്നാണ് അതിലെ അംഗങ്ങളെ സംബോധന ചെയ്യുന്നത്. സ്ട്രെങ്തനിങ് ഓഫ് ഫിക്റ്റീവ് റിലേഷൻസ്. ഈ ഫിക്റ്റീവ് റിലേഷൻസ് എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാന്ന്. ഫിക്റ്റീവ് കിൻഷിപ്പ് ഈസ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ഓർ മോർ ഇമ്പോർട്ടൻ്റ് ദാൻ കമ്പയറബിൾ റിലേഷൻഷിപ്പ് ക്രിയേറ്റഡ് ബൈ ബ്ലഡ് മാരേജ് ഓർ അഡോപ്ഷൻ. അപ്പോൾ പല രീതിയിൽ കിൻഷിപ്പ് ഫോം ചെയ്യാവുന്നതുണ്ട്. അത് ബ്ലഡ് റിലേഷനിൽ കൂടി, കോൺസാങ്ക്വൻ മാരേജ് റിലേഷൻഷിപ്പിൽ കൂടി, FIN അല്ലെങ്കിൽ അഡോപ്ഷനിൽ കൂടിയും കിൻഷിപ്പ് ഫോം ചെയ്യാം. പക്ഷേ അതിനേക്കാളും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒന്നാണ് ഫിക്റ്റീവ് കിൻഷിപ്പ് എന്നാണ് പറയുന്നത് ഇതിൻ്റെ സപ്പോർട്ടേഴ്സ്. ടുഡേ ഫിക്റ്റീവ് കിൻ പെർസിസ്റ്റ് ആസ് എ ഫോം ഓഫ് എക്സ്റ്റെൻഡഡ് കിൻ ഫോർ പൂളിംഗ് റിസോഴ്സസ്, extending familiar networks and extending social support among many ethnically marginalized ഫാമിലീസിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും അതുപോലെ അവർ തമ്മിലുള്ള ഫാമിലിയൽ നെറ്റ്വർക്ക്സ് എക്സ്റ്റെൻഡ് ചെയ്യാനും ഒക്കെ റിസോഴ്സ് എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിലൊക്കെ യൂസ് ചെയ്യാനും ഒക്കെ ഈ ഫിക്റ്റീവ് കിൻഷിപ്പ് ഈസ് വെരി helpful, and so it is very important or more important than other types of kinship that created by blood marriage or adoption. Builds അത് ഏതൊക്കെ രീതിയിലാണെന്നാണ് കാണിക്കണം. ഫസ്റ്റ് വൺ ബിൽഡ് സോഷ്യൽ നെറ്റ്വർക്ക് ആൻഡ് സ്ട്രെങ്തൻ കമ്മ്യൂണിറ്റി. ഇതുപോലെയുള്ള ഫിക്റ്റീവ് റിലേഷൻഷിപ്സ് സെർവ്സ് ടു ബ്രോഡൻ മ്യൂച്വൽ സപ്പോർട്ട് നെറ്റ്വർക്ക്സ്. പരസ്പരമുള്ള സപ്പോർട്ട് നെറ്റ്വർക്ക്സ് ബ്രോഡനാക്കും, കൂടുതൽ വൈഡനാക്കും. ക്രിയേറ്റ് എ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി. അപ്പോൾ അവരെല്ലാം ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ഫീലിംഗ് തോന്നത്തക്ക രീതിയിൽ പരസ്പരമുള്ള ആ സപ്പോർട്ട് കൂടുതൽ വ്യാപിപ്പിക്കും. ആൻഡ് എൻഹാൻസ് സോഷ്യൽ കൺട്രോൾ. അപ്പോൾ അതിലൂടെ സോഷ്യൽ കൺട്രോൾ, സൊസൈറ്റിയിലെ സോഷ്യൽ കൺട്രോൾ എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഇൻ എസെൻസ് ഫിക്റ്റീവ് kin ties elaborate social networks and regularize interaction with the people otherwise outside the boundaries of family. ഇപ്പം മറ്റ് ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ മാരേജ് റിലേഷനിൽ കൂടിയുള്ള കിൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതുപോലെയുള്ള ഫിക്റ്റീവ് റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ അതിനും പുറത്തേക്ക് വരുന്ന കാര്യങ്ങളാണ്. ഇൻ എസെൻസ് ഫിക്റ്റീവ് ടൈസ് എലാബറേറ്റ് സോഷ്യൽ നെറ്റ്വർക്ക് ആൻഡ് റെഗുലൈസ് ഇന്ററാക്ഷൻ വിത്ത് പീപ്പിൾ അതർവൈസ് ഔട്ട്സൈഡ് ദ ബൗണ്ടറീസ് ഓഫ് ഫാമിലി. ഇപ്പൊ ഫാമിലിയുടെ ബൗണ്ടറിന് പുറത്തുള്ള ആളുകൾ തമ്മിലുള്ള ആ സോഷ്യൽ നെറ്റ്വർക്കും ഇന്ററാക്ഷനും ഒക്കെ കൂടുതൽ വ്യാപിപ്പിക്കാൻ ദിസ് ടൈപ്പ് ഓഫ് relationship is very helpful. It enables people who do not have a place in the kinship system to be adopted into the system and therefore being accepted in the community. Appo community is also accepting this type of relationship. It fosters a sense of community and regularizes interaction with people outside the boundaries of family. Fictive relations serve to broaden mutual support networks. അപ്പോൾ ഈ ഫിക്റ്റീവ് റിലേഷൻഷിപ്പിന്റെ പ്രത്യേകത ഇറ്റ് സെർവ് ടു ബ്രോഡൻ മ്യൂച്വൽ സപ്പോർട്ട് നെറ്റ്വർക്ക്. പരസ്പര സഹായിക്കുന്ന ആ നെറ്റ്വർക്ക്സ് കൂടുതൽ വ്യാപിപ്പിക്കും. ക്രിയേറ്റ് എ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി. അപ്പോൾ പരസ്പരം ആ റിലേഷൻഷിപ്പ് വ്യാപിക്കുമ്പോൾ ഒരു വലിയ തലത്തിലേക്ക് അത് വരും, ഒരു കമ്മ്യൂണിറ്റി ലെവലിലേക്കാവും. ആൻഡ് എൻഹാൻസ് സോഷ്യൽ കൺട്രോൾ. അതുവഴി സൊസൈറ്റിയിൽ സോഷ്യൽ കൺട്രോൾ സ്ഥാപിക്കാനും പറ്റും. ഇനി യൂസ്ഡ് ആസ് എ ഫോം ഓഫ് അഡ്രസ്. ഇനി വേറൊരു യൂസാണ് അതിൻ്റെ used as a form of address. Fictive kinship is used as a form of address which express familiarity or as a public validation or for replacement kin. In Kalahari Desert, one way to define a kinship relationship is by namesake. അപ്പോൾ കിൻഷിപ്പ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ പേരിന് വേണ്ടി മാത്രമാണ്.
children are named after ancestors and all persons with the same name are sibling and regarding as brother or sister. അപ്പോൾ children are named after ancestors. സാധാരണ കുട്ടികളിൽ കൂടി അവരുടെ പൂർവികരുടെ പേരും കൂടി ചേർത്ത് അഡ്രസ് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾ പേഴ്സൺസ് വിത്ത് ദ സെയിം നെയിം ആർ സിബിലിങ്സ് ആൻഡ് റിഗാർഡഡ് ആസ് ബ്രദേഴ്സ്. അപ്പോൾ ഒരേ പേരിൽ വരുന്നവരെ, ഒരേ കുടുംബ പേരിൽ വരുന്നവരെയൊക്കെ സിബിലിങ്സ് ആയിട്ട് കണക്കാക്കാറുണ്ട്. അപ്പോൾ അവരെ ബ്രദർ സിസ്റ്റർ എന്ന പോലെയാണ് കൺസിഡർ ചെയ്യണം. ഫർദർ എനിവൺ വിത്ത് ദ സെയിം നെയിം ഓഫ് ഫാദർ ഈസ് റിഗാർഡഡ് ആസ് ഫാദർ. അപ്പൊ ഫാദറിന്റെ പേരുള്ള ആരെങ്കിലും അവരെ ഫാദർ ആയിട്ട് തന്നെ കണക്കാക്കാറുണ്ട്. ദിസ് അലൗസ് എസ്റ്റാബ്ലിഷിംഗ് ഫെമിലിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ഓർ സ്ട്രേഞ്ചേഴ്സ്. അപ്പൊ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് അല്ലെങ്കിൽ അപരിചിതരോ ആണെങ്കിലും അവരെയും കൂടി ഫെമിലിയർ റിലേഷൻഷിപ്പിന്റെ ഉള്ളിലാക്കാൻ ദിസ് ടൈപ്പ് ഓഫ് ഫിക്റ്റീവ് റിലേഷൻഷിപ്പ് ഈസ് വെരി ഹെൽപ്ഫുൾ. റെലവെന്റ് ആസ് എ മോഡ് ഓഫ് സോഷ്യലൈസേഷൻ. ഇനി വേറെ അടുത്ത യൂസ് ആണ്, ഇറ്റ് ഈസ് റെലവെന്റ് ആസ് എ മോഡ് ഫോർ സോഷ്യലൈസേഷന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് ഈ ഫിക്റ്റീവ് kinship. Fictive kinship can be considered as social lubricant in association with manners and courtesy. മാനേഴ്സും കോർട്ടസി ഒക്കെ കൊണ്ട്, ആചാര മര്യാദകളൊക്കെ സ്വീകരിക്കുന്നത് കൊണ്ട് ഫിക്റ്റീവ് കിൻഷിപ്പ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സോഷ്യൽ ലൂബ്രിക്കന്റ്. മാനേഴ്സ് ഹെൽപ്പ് സൊസൈറ്റി ടു റൺ മോർ സ്മൂത്ത്ലി ആൻഡ് ഈ സോഷ്യൽ ടെൻഷൻസ് ആസ് ഇറ്റ് എൻകറേജ് പീപ്പിൾ ടു ആക്ട് ഇൻ കൺസിഡറേഷൻ ഓഫ് അതേഴ്സ്. അപ്പം മാനേഴ്സ്, മര്യാദകൾ ഉണ്ടെങ്കിൽ, മര്യാദയോടുകൂടി പെരുമാറുകയാണെങ്കിൽ ഹെൽപ്പ് സൊസൈറ്റി ടു റൺ മോർ സ്മൂത്ത്ലി. അപ്പൊ അതിലുള്ള പേഴ്സൺസ് എല്ലാം, ഇൻഡിവിജ്വൽസ് ആർ ബിഹേവിങ് വിത്ത് മാനേഴ്സ് ആണെങ്കിൽ സൊസൈറ്റി റൺ മോർ സ്മൂത്ത്ലി ആൻഡ് ഈ സോഷ്യൽ ടെൻഷൻ. അപ്പൊ അങ്ങനെയുള്ളിടത്ത് സൊസൈറ്റി വളരെ സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യും. അപ്പൊ അവിടെ സോഷ്യൽ ടെൻഷൻസ് ഇല്ലാതെയാവും. ആൻഡ് ആസ് ഇറ്റ് എൻകറേജസ് പീപ്പിൾ ടു ആക്ട് ഇൻ കൺസിഡറേഷൻ ഓഫ് അതേഴ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരെ പരിഗണിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള ഒരു ബോധം പരസ്പരം ആളുകളിൽ വന്നു ചേരുകയും ചെയ്യും. ഫിക്റ്റീവ് കിൻഷിപ്പ് ഈസ് ദെയർഫോർ ആൻ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഹൈലി യൂസ്ഡ് ഫംഗ്ഷൻ ഇൻ സൊസൈറ്റി ഫോർ പീപ്പിൾ ടു posit themselves in relation and act accordingly to each other. It is a viewed as the normal idiom of social relationship. അപ്പോൾ സോഷ്യൽ റിലേഷൻഷിപ്പിന്റെ ഒരു നല്ലൊരു ബേസ് തന്നെയാണ് ഈ ഫിക്റ്റീവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫിക്റ്റീവ് കിൻഷിപ്പ്. ഇറ്റ് ആക്ട്സ് ആസ് എ റിസോഴ്സസ് ടു ഫേസ് അൺഫെമിലിയർ എൻവയോൺമെന്റ്. ഈ അൺഫെമിലിയർ എൻവയോൺമെന്റിനെ ഫേസ് ചെയ്യാനും ഇത് നല്ലൊരു റിസോഴ്സ് തന്നെയാണ് ഈ ഫിക്റ്റീവ് കിൻ എന്ന് പറഞ്ഞാൽ. എ ഫിക്റ്റീവ് കിൻ സിസ്റ്റം എൻഹാൻസസ് ആൻഡ് immigrant social capital and becomes a resource for aiding their integration into a new society. അപ്പം ഇമിഗ്രൻസിനൊക്കെ അവരവിടെ ചെന്ന് അവിടെ ഒരു സോഷ്യൽ ക്യാപിറ്റൽ പോലെ പെരുമാറാനായിട്ട് അവർക്ക് പറ്റും. അങ്ങനെ ആൻഡ് ബിക്കംസ് എ റിസോഴ്സ് ഫോർ എയ്ഡിങ് ദെയർ ഇൻ്റഗ്രേഷൻ ഇൻ ടു എ ന്യൂ സൊസൈറ്റി. ഒരു പുതിയ സൊസൈറ്റിക്ക് തുടക്കം കൊടുക്കാനും അതിന് പൂർണ്ണത നൽകാനും ഒക്കെ ഇതുപോലെയുള്ള ഫിക്റ്റീവ് റിലേഷൻഷിപ്പ് വിൽ ഹെൽപ്പ്. സോഷ്യൽ ക്യാപിറ്റൽ ത്രൂ ഫിക്റ്റീവ് കിൻഷിപ്പ് ആക്ട്സ് ആസ് എ സപ്പോർട്ട് ഇൻ ദ പ്രോസസ് ഓഫ് സെറ്റിലിംഗ് ഇൻ ടു ആൻ അൺഫെമിലിയർ എൻവയോൺമെന്റ്. അപ്പൊ അൺഫെമിലിയർ എൻവയോൺമെന്റിലെ, അപരിചിതമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ നല്ല രീതിയിൽ സപ്പോർട്ടോടുകൂടി ജീവിക്കാനായിട്ട് ഫിക്റ്റീവ് കിൻഷിപ്പ് ഈസ് വെരി helpful. Fictive kin serves as a social and economic resources that can be used in hostile social environment. Migrants can use these relationships to form closer ties. അപ്പോൾ ഈ ഫിക്റ്റീവ് റിലേഷൻഷിപ്പ് യൂസ് ചെയ്തിട്ട് മൈഗ്രൻസിനെ അവിടെ ഒരു ക്ലോസ് ടൈസ് ബിറ്റ്വീൻ പീപ്പിൾസ് ക്യാൻ മെയ്ഡ് ആൻഡ് അനദർ ഇൻഡിവിജ്വൽ ഗിവിംഗ് ദം ആൻ അലൈ ഇൻ ദെയർ ന്യൂ ഹോം ത്രൂ സ്പിരിച്വാലിറ്റി. അപ്പോൾ ഒരു പുതിയ വീട്ടിൽ കുറെ പേരോടുകൂടി ചേർന്ന് താമസിക്കുന്ന പോലെയുള്ളൊരു ഫീലിംഗ് തന്നെ അവർക്കുണ്ടാവും. അങ്ങനെ ഒരു സ്വന്തം വീട് പോലെയുള്ള ഒരു ഫീലിങ്സ് പുറത്തു പോയി താമസിച്ചാലും ഈ ഫിക്റ്റീവ് കിൻഷിപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഫിക്റ്റീവ് കിൻഷിപ്പ് എക്സിസ്റ്റ് ടു പ്രൊവൈഡ് സപ്പോർട്ട് ടു ന്യൂ കമേഴ്സ് ഇൻ ദ പോപ്പുലേഷൻ. ആ പോപ്പുലേഷനിൽ തന്നെ പുതിയ ആളുകൾ വരികയാണെങ്കിലും അവരെയും ഈ ഫിക്റ്റീവ് കിൻഷിപ്പ് സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പ്രോബ്ലംസ് വിത്ത് കൺസെപ്റ്റ് ഓഫ് ഫിക്റ്റീവ്. ഇനി എല്ലാം നല്ല ഗുണങ്ങൾ മാത്രമല്ല, there are some problems also with the concept of fictive. ഫിക്റ്റീവ് എന്നുള്ള ആ കൺസെപ്റ്റിൽ കുറെ പ്രോബ്ലംസും അതിൽ കൂടി ഉടലെടുക്കുന്നുണ്ട്. The term tends to subsume all forms of relationship under overall encompassing notion.
the masked distinction that may remain important in people's everyday lives. അപ്പോൾ എല്ലാവരെയും വായി വായി അല്ലെങ്കിൽ അച്ഛ അമ്മയെന്നൊക്കെ വിളിച്ചു വരുമ്പോൾ അവിടെ ചില സൂത്രപ്പണികളും നടക്കാം, തട്ടിപ്പിന് ഇടയാകാനും വരാം. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് ഓൾ മേക്ക് പ്രോബ്ലം to the society. Fictive kin terms are sometimes used not to label or supplementary or replacement kin but to describe and validate familiarity. Blended and same-sex family illustrate this problem. Further, fictive kinship is catch-call terms used for describing often misleading relationship. അപ്പോൾ catch call എന്നുള്ള ആ ടേം ഇവർ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഫോർ ഡിസ്ക്രൈബിങ് ഓഫൺ മിസ്ലീഡിങ് റിലേഷൻഷിപ്പ് ദാറ്റ് ഡു നോട്ട് ഫോളോ എ ടിപ്പിക്കൽ കിൻഷിപ്പ് പാറ്റേൺ. ഒരു ടിപ്പിക്കൽ കിൻഷിപ്പ് പാറ്റേണിൽ ക്യാച്ച് ഓൾ എന്നുള്ള ആ ടേം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഈ ഫിക്റ്റീവ് കിൻഷിപ്പിൻ്റെ ഉള്ളിൽ ഇതുപോലെയുള്ള ടേംസ് ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതും ടിപ്പിക്കൽ കിൻഷിപ്പ് പാറ്റേണിന് ദോഷമായിട്ട് മാറാറുണ്ട്. Now we completed this block and we are going to start the new block. That is block number 3, family, household and marriage. Family, household and marriage. Everybody is familiar with its terms and have some ideas about it also. Family is the universal and basic social institution. We know that it is the basic universal social institution. As a social institution, family can be seen both as an ideal and as a reality. അപ്പോൾ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ ഫാമിലിനെ കാണുമ്പോൾ we can see both as an ideal and as a reality. The family system is an ideal because it serves as a guide to behavior and as values or a set of norms that are passed down from generation to generation. But the structure of family is patterned and repatterned over time within a society. അപ്പോൾ സൊസൈറ്റിയിൽ സ്ട്രക്ചർ ഓഫ് ഫാമിലിക്ക് ഒരു രൂപം കൊടുത്തിട്ടുണ്ട്, ആ രൂപം വീണ്ടും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പാറ്റേൺഡ് ആൻഡ് റീപാറ്റേൺഡ് ഓവർ ടൈം, കാലം ചെല്ലും തോറും ഇതിൽ വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും വിത്തിൻ ദ സൊസൈറ്റി ആൻഡ് ഇൻ പർട്ടിക്കുലർ ഗ്രൂപ്പ്. There are different types of families. Despite of the fact that family is a universal institution, family ഒരു യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞ് its structure and form varies from one society to another. പക്ഷേ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അതിൻ്റെ സ്ട്രക്ചറും ഫോമും ഒക്കെ ഒരു സൊസൈറ്റിയിൽ നിന്ന് വേറൊരു സൊസൈറ്റിയിലേക്ക് പോകുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. സോഷ്യോളജിസ്റ്റ് ആൻഡ് ആന്ത്രോപോളജിസ്റ്റ് ഹാവ് ഡിസ്ക്രൈബ്ഡ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിലീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. അപ്പോൾ പല കൾച്ചറിൽ പല തരത്തിലുള്ള ഫാമിലീസ് ഉണ്ട്. അത് സോഷ്യോളജിസ്റ്റും ആന്ത്രോപോളജിസ്റ്റും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓൺ ടൈപ്സ് ഓഫ് ഫാമിലി ക്യാൻ ബി ഡൺ ഓൺ ദ ബേസിസ് ഓഫ്, അപ്പോൾ ഈ ഫാമിലിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദിസ് ക്ലാസിഫിക്കേഷൻ ഓൺ ടൈപ്പ് ഓഫ് ഫാമിലി ക്യാൻ ബി ഡൺ ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ആൻഡ് കോമ്പോസിഷൻ. അപ്പോൾ എന്തൊക്കെ ബേസിലാണെന്ന് വെച്ചാൽ ഫസ്റ്റ് കണ്ടീഷൻ സൈസും കോമ്പോസിഷനും നോക്കിയിട്ടാണ് ഒരു ടൈപ്പ് ഫാമിലിനെ ഫോം ചെയ്തേക്കുന്നത്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ജനറേഷൻ ആസ്പദമാക്കിയിട്ട്, തേർഡ് ടൈപ്പ് മെമ്പർഷിപ്പിനെ ആസ്പദമാക്കിയിട്ട്, അങ്ങനെ 3 രീതിയിലാണ് ഫാമിലീസ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ടൈപ്പ് ഓഫ് ഫാമിലീസ്. ഫസ്റ്റ് വൺ സൈസ് ആൻഡ് കോമ്പോസിഷൻ, സെക്കൻഡ് ജനറേഷൻ ആൻഡ് തേർഡ് മെമ്പർഷിപ്പ്. Size and composition, depending on the size and composition of the family, classified into 3 types. That is, one is nuclear family, second conjugal family, and the third one extended family. Nuclear family, you know that most basic and ideal form of family is nuclear family. It is found all over the world. A husband and wife as well as their unmarried offspring make up of a nuclear family. Nuclear family is the most basic and ideal form of family. The members of the nuclear family are husband and wife and their unmarried offspring. This is a basic family unit. This nuclear family is considered as the basic family unit and the family size is very small. This is a self-contained autonomous unit. This is often referred to as the major family. Nuclear family ഒരു major family ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. So components are orientation and procreation. ഓറിയന്റേഷനും പ്രൊക്രിയേഷനും ആണ് ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓറിയന്റേഷൻ നവീകരണം
നവീകരിക്കുക, പുതിയ മാർഗങ്ങൾ കണ്ടുപിടിക്കുക, അതുപോലെ പ്രൊക്രിയേഷൻ, സന്താനോൽപാദനം. അതാണ് ഒരു ഫാമിലിയുടെ മെയിൻ കമ്പോണൻസ്. നെക്സ്റ്റ്, കഞ്ചുഗൽ ഫാമിലി. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫാമിലി ഈസ് കഞ്ചുഗൽ. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ഇറ്റ് സൈസ് ആൻഡ് കോമ്പോസിഷൻ ആണ്. ഫസ്റ്റ് ടൈപ്പ് ന്യൂക്ലിയർ ഫാമിലി, സെക്കൻഡ് കഞ്ചുഗൽ ഫാമിലി. ഫാമിലി കംപ്രൈസിംഗ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹു ഹാവ് മാരീഡ് ഫോർ എ ലോങ് ടൈം വിത്ത് ഓർ വിത്തൗട്ട് ചിൽഡ്രൻ. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് വിവാഹിതരായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർക്ക് ചിലപ്പോൾ കുട്ടികളുണ്ടാവും, ചിലപ്പോൾ കുട്ടികൾ ഇല്ലായിരിക്കും. കുട്ടികളുണ്ടെങ്കിൽ അവരും, ഇല്ലെങ്കിൽ അവരും മാത്രമായിട്ടുള്ളത്. ഇങ്ങനെയുള്ള ആ കോമ്പോസിഷൻ ഓഫ് ദ ഫാമിലി ഈസ് നോൺ ആസ് conjugal family. A conjugal family is very also smaller. It is smaller than joint family. Joint family യേക്കാൾ ചെറുതാണ് conjugal family എന്ന് പറയുന്നത്. Extended or third type is extended or joint family. This type of family has a larger size. Extended family or joint family എന്ന് പറയുന്നത് it's a larger size than a nuclear family. Nuclear family യേക്കാളും കൂടുതൽ വലുതാണ് extended or joint family. It's also possible to have more than 2 nuclear families. ഇതിൽ സാധാരണ 2ൽ കൂടുതൽ ന്യൂക്ലിയർ ഫാമിലീസ് ചേർന്നിട്ടാണ് ഒരു ജോയിന്റ് ഫാമിലി ഉണ്ടാണ്. ദിസ് ഈസ് ദ മോസ്റ്റ് പ്രിവലന്റ് സോർട്ട് ഓഫ് ഹിന്ദു ജോയിന്റ് ഫാമിലി. ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ഹിന്ദു ജോയിന്റ് ഫാമിലി. ഫാദർ, മദർ, their sons and wives, unmarried daughters, grandchildren, grandfather, uncles, aunts and their children, fathers, parallel cousins and their offspring, and so on, making up of ദിസ് ഫാമിലി. അപ്പോൾ ഈ ഫാമിലിയിൽ ഒത്തിരി അംഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതായത് 2 കൂടുതലോ ന്യൂക്ലിയർ ഫാമിലീസ് ചേരുക എന്ന് പറയുമ്പോൾ അവിടെ അച്ഛനും അമ്മയും അപ്പാപ്പനും അമ്മാമ്മയും അങ്കിൾ ആൻറ്റി അങ്ങനെ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ പാരലൽ കസിൻസ്, പിന്നെ അവരുടെ ഓഫ്സ്പ്രിങ്സ്, അങ്ങനെ വരുമ്പോൾ അവിടെ ആ ഫാമിലി സൈസ് അങ്ങ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളതിനെയാണ് എക്സ്റ്റെൻഡഡ് ഓർ ജോയിന്റ് ഫാമിലി. അപ്പോൾ സൈസ് ആൻഡ് കോമ്പോസിഷൻ അനുസരിച്ച് 3ആയിട്ടാണ് ഫാമിലിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ന്യൂക്ലിയർ ഫാമിലി, സെക്കൻഡ് conjugal family and third one extended or joint family. പിന്നെ ജനറേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഫാമിലിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് 2 ടൈപ്സിലാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് 2 generation family ആൻഡ് സെക്കൻഡ് 3 generation family. 2 generation ഫാമിലി ഉള്ളത്. പിന്നെ സാധാരണ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ അച്ഛൻ, അമ്മ, മക്കൾ എന്ന് പറയുമ്പോൾ, ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുമ്പോൾ അവിടെ 2 ജനറേഷൻ ഉണ്ട്, കുട്ടികളുടേതും പാരൻസിൻ്റെയും. ഇനി അത് വേറൊരു ജനറേഷനും കൂടി, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദറും കൂടി പറയുകയാണെങ്കിൽ അവിടെ 3 generation ഫാമിലിയാണ്. അപ്പോൾ ജനറേഷനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ 2 തരം ഫാമിലീസാണ്. 2 generation family. ദിസ് കൺസിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഫ്രം 2 generations, ഫാദർ, മദർ ആൻഡ് ദെയർ ചിൽഡ്രൻ. അതുപോലെ 3 generation families, അത് an extended family consisting of members from 3 generations, that is grandfather, father, his brothers and their children in patrilineal society. പാട്രിലീനിയൽ സൊസൈറ്റി ആണെങ്കിൽ ഗ്രാൻഡ് ഫാദർ, ഫാദർ, ഹിസ് ബ്രദേഴ്സ് ആൻഡ് ദർ ചിൽഡ്രൻ. ഇനി ഇത് മാട്രിലീനിയൽ ഫാമിലി ആണെങ്കിൽ, മദറിന് ഇമ്പോർട്ടൻസ് ഉള്ള ഫാമിലി ആണെങ്കിൽ ഗ്രാൻഡ് മദർ, മദർ ആൻഡ് ഡോട്ടേഴ്സ് ഫോം എ യൂണിറ്റ് ഓഫ് മാട്രിലീനിയൽ ഫാമിലി. ഈ മെമ്പർഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ടൈപ്സ് എന്ന് പറയുന്നത് രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഫാമിലി ഓഫ് ഓറിയന്റേഷൻ, സെക്കൻഡ് വൺ ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ. അപ്പൊ ഫാമിലി ഓഫ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഫാമിലി ഇൻ വിച്ച് വൺ ഈസ് ബോൺ, അതാണ് ഫാമിലി ഓഫ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഒരാൾ ജനനം കൊണ്ട് ആ ഫാമിലി. ദ ഫാമിലി സെർവ്സ് ടു സോഷ്യലി സിറ്റുവേറ്റ് ചിൽഡ്രൻ ആൻഡ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ദെയർ സോഷ്യലൈസേഷൻ. അപ്പം ജനിച്ച ആ വീട്, ആ ഫാമിലി എന്ന് പറഞ്ഞാൽ, കുടുംബം എന്ന് പറഞ്ഞാൽ ഫാമിലി സെർവ്സ് ടു സോഷ്യലി സിറ്റുവേറ്റ് ചിൽഡ്രൻ ആൻഡ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ദെയർ സോഷ്യലൈസേഷൻ. അപ്പോൾ ഈ ഫാമിലിയിലാണ് സോഷ്യലൈസേഷൻ്റെ ഒരു മുഖ്യ പാർട്ട് തന്നെ കുട്ടികൾക്ക് നടക്കുന്നത്. ദിസ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫാമിലി ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ ചിൽഡ്രനെ ബേസ് ചെയ്തിട്ട് നോക്കുന്ന ആ കാഴ്ചപ്പാടിൽ കൂടി നോക്കുമ്പോൾ ഏറ്റവും മെയിൻ കാര്യം ഫാമിലി ചെയ്യണത് സോഷ്യലൈസേഷൻ ഓഫ് ദ ചിൽഡ്രൻ. ദെൻ ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ, രണ്ടാമത്തത് ഫാമിലി ഓഫ് മെമ്പർഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫാമിലിയാണ് ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ. ഇത് പ്രൊക്രിയേഷൻ എന്ന് വെച്ചാൽ സന്താന ഉൽപാദനം. മാരേജ് ബേസ്ഡ് ഫാമിലീസ് റെഫർ ടു ആസ് എ പ്രൊക്രിയേഷൻ ഫാമിലി. അപ്പോൾ ഒരു മാരേജ് ബേസ്ഡ് ഫാമിലി എന്ന് പറയുമ്പോൾ റെഫർ ചെയ്യുന്നത് എന്തിനാണ്? പ്രൊക്രിയേഷൻ ഫാമിലിയാണ്. ദ ഫാമിലി ഫങ്ഷൻസ് ടു പ്രൊഡ്യൂസ് ആൻഡ് സോഷ്യലൈസ് ചിൽഡ്രൻ. അവിടെ കുട്ടികളെ ജനിപ്പിക്കുക, പിന്നെ കുട്ടികളെ സോഷ്യലൈസ് ചെയ്യുക, സൊസൈറ്റിക്ക് അനുരൂപരായിട്ടുള്ള പൗരന്മാരാക്കി വാർത്തെടുക്കുന്ന ആ
കൃത്യമാണ് സോഷ്യലൈസേഷനിൽ കൂടി നടക്കുന്നത്. അപ്പോൾ ഫാമിലി ഫങ്ഷൻസ് ടു പ്രൊഡ്യൂസ് ആൻഡ് സോഷ്യലൈസ് ചിൽഡ്രൻ. വെൻ ഇൻഡിവിജ്വൽ ഗ്രോ അപ്പ് ആൻഡ് മാരി ദേ ഇനിഷ്യേറ്റ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ കോഞ്ചുഗൽ ഫാമിലി ത്രൂ പോപ്പുലേഷൻ ആൻഡ് പ്രൊക്രിയേഷൻ. ഈ ഇൻഡിവിജ്വൽസ് വളർന്നു കഴിയുമ്പോഴേക്കും ദേ ഗ്രോ അപ്പ് ആൻഡ് മാരി ദേ ഇനിഷ്യേറ്റ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ കോഞ്ചുഗൽ. അപ്പോൾ കുട്ടികൾ വളർന്ന് വലുതായി കഴിഞ്ഞാൽ അവരും പുതിയ ഫാമിലി, കോഞ്ചുഗൽ ഫാമിലി ഫോം ചെയ്യും. എങ്ങനെയാണ്? ത്രൂ കോപ്പുലേഷൻ ആൻഡ് പ്രൊക്രിയേഷൻ. ലൗകിക ബന്ധത്തിലൂടെയും അതുപോലെ പ്രൊക്രിയേഷനും വഴി അവരും പുതിയ ഫാമിലി ഉണ്ടാക്കും. വേരിയേഷൻസ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ഫാമിലി. ഫാമിലിയുടെ സ്ട്രക്ചറിലും പല വേരിയേഷൻസ് ഉണ്ട്. ഫാമിലി ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഓൾസോ ഡൈനാമിക്. അതൊരു സ്റ്റാറ്റിക് അല്ല. ഫാമിലി എപ്പോഴും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരേ ടൈപ്പിൽ തന്നെ നിലനിൽക്കുന്നതല്ല. ഏൻഷ്യൻ ഫാമിലിയും മോഡേൺ ഫാമിലിയായിട്ട് വളരെയധികം ഡിഫറൻസ് വന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ അവിടെ എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഫാമിലി ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഓൾസോ ഡൈനാമിക്. ദാറ്റ് ഈസ് ദർ ഹാസ് ബീൻ കണ്ടിന്യൂസ് ഷിഫ്റ്റ് ആൻഡ് കണ്ടിന്യൂറ്റീസ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദ ഫാമിലി. അപ്പോൾ ഡൈനാമിക് ആണെന്ന് പറയാൻ കാര്യം ദാറ്റ് ഈസ് ദർ ഹാസ് ബീൻ കണ്ടിന്യൂസ് ഷിഫ്റ്റ്. അതിൽ കണ്ടിന്യൂസ് ഷിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ കണ്ടിന്യൂറ്റീസ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദ ഫാമിലി. ഫാമിലിയുടെ സ്ട്രക്ചറിൽ എപ്പോഴും കണ്ടിന്യൂറ്റി, തുടർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കണം. ദ വേരിയേഷൻ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് അറ്റ് 2 ലെവൽസ്. ഫസ്റ്റ് അറ്റ് ദ ലെവൽ ഓഫ് അതോറിറ്റി. ഇനി ഫാമിലിയിൽ ഉണ്ടാകുന്ന ഈ വേരിയേഷൻസിന് 2 ലെവലിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് അതോറിറ്റി ബേസ്ഡ്. വെദർ അതോറിറ്റി ഇൻ ദ ഹാൻഡ്സ് ഓഫ് മെൻ ഓർ വുമൺ. പുരുഷനിലാണോ സ്ത്രീയിലാണോ അതോറിറ്റി എന്ന് നോക്കിയിട്ട് അങ്ങനെയാകാം അത്. ആൻഡ് സെക്കൻഡ് ഇൻ ടേംസ് ഓഫ് അതോറിറ്റി സ്ട്രക്ചറിലുള്ള അതോറിറ്റി, ദാറ്റ് ഈസ് കിൻഷിപ്പ് റിലേഷൻസ് ബിറ്റ്വീൻ മെമ്പേഴ്സ് റിസൈഡിങ് ടുഗെദർ. The most common structure used in anthropology to understand the nature of changes in families, joint and nuclear family. ഇനി അതോറിറ്റി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ദ അതോറിറ്റി സ്ട്രക്ചർ വിത്തിൻ ദ ഫാമിലി ഡിഫേഴ്സ് ഫ്രം സൊസൈറ്റി ടു സൊസൈറ്റി ആൻഡ് ഇസ് ലാർജ്ലി ഡിറ്റർമിൻഡ് ബൈ ദ ലൈൻ ഓഫ് ഡിസെൻറ്റ്. ലൈൻ ഓഫ് ഡിസെൻറ്റിനെ നോക്കിയിട്ടാണ് അതോറിറ്റി നിശ്ചയിക്കുന്നത്. അതോറിറ്റി സ്ട്രക്ചർ വിത്തിൻ ദ ഫാമിലി ഡിഫേഴ്സ് ഫ്രം സൊസൈറ്റി ടു സൊസൈറ്റി. പല സൊസൈറ്റിയിൽ പല രീതിയിലാണ്, പല തരത്തിലുള്ള അതോറിറ്റിയാണ് നിലനിൽക്കുന്നത്. ഓൺ ദിസ് ബേസിസ് 2 ടൈപ്സ് ഓഫ് ഫാമിലി ക്യാൻ ബി ഐഡന്റിഫൈഡ്. അപ്പോൾ ഈ അതോറിറ്റി ബേസിൽ നമുക്ക് ഫാമിലീസിനെ 2 ടൈപ്പായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഒന്ന് പാട്രിലീനിയൽ ഓർ പാട്രിയാർക്കൽ ഫാമിലി. അതറിയാവുന്നതാണ് എല്ലാവർക്കും. പാട്രിലീനിയൽ ഓർ പാട്രിയാർക്കൽ ഫാമിലി. പാട്രിലീനിയൽ സൊസൈറ്റീസ് വൺ വിച്ച് ഫോളോസ് യൂണിലീനിയൽ പ്രിൻസിപ്പിൾ ഓഫ് ഡിസെൻറ്റ്. അവിടെ യൂണിലീനിയൽ പ്രിൻസിപ്പിൾ ഓഫ് ഡിസെൻറ്റ് ആണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇറ്റ് ട്രേസ്ഡ് ത്രൂ ദ മെയിൻ ലൈൻ. ഇനി ഡിസെൻറ്റിനെ ട്രേസ് ചെയ്യുന്നത് മെയിൻ ലൈനിൽ കൂടിയാണ്. ഇനി പാട്രിലീനിയൽ സൊസൈറ്റി ദ അതോറിറ്റീസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എൽഡസ്റ്റ് മെയിൽ മെമ്പർ ഓഫ് ദ ഫാദർ. ആ ഫാമിലിയിൽ ഫാമിലിയിൽ ഏറ്റവും എൽഡസ്റ്റ് മെമ്പറിനാണ് പാട്രിലീനിയൽ ഫാമിലിയിലെ അതോറിറ്റി. Therefore, patriarchal family is one where the paternal side of holds all power. അപ്പോൾ പാട്രിയാർക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും പാറ്റേർണൽ സൈഡിനാണ് പുരുഷ മേധാവിത്വമാണ് പവർ, അവർക്കാണ് കൂടുതൽ പവറുള്ളത്. ദ പാട്രിയാർക്ക് എക്സസൈസ് ഹിസ് കൺട്രോൾ ഓവർ ദ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഈസ് ദ ഗാർഡിയൻ ഓഫ് ദ ഫാമിലി പ്രോപ്പർട്ടി ആൻഡ് പ്രിസൈഡ് ഓവർ ദ ഹൗസ് ഹോൾഡ് റിലീജിയസ് റൈറ്റ്സ്. ഒരു മിക്ക കാര്യങ്ങളും, പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ പാട്രിയാർക്ക് കൺട്രോളിൽ കൂടിയാണ് പോണത്. അപ്പൊ അവിടെ മെയിൽ മെമ്പേഴ്സാണ് അവിടെ കൂടുതൽ, കുടുംബ തലവനാണ് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം നോക്കുന്നത്. ഹി ഹാസ് കംപ്ലീറ്റ് ആൻഡ് ഇൻഡിസ്പ്യൂട്ടബിൾ അതോറിറ്റി. ആർക്കും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഓവർ ഹിസ് വൈഫ്, സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഇൻ ദ ഡെവലപ്ഡ് പാട്രിയാർക്കൽ സിസ്റ്റം ഓഫ് ദ പാസ്റ്റ്. ഇനി സെക്കൻഡ് ടൈപ്പ് ഇസ് മാട്രിലീനിയൽ ഓർ മാട്രിയാർക്കൽ ഫാമിലി. മാട്രിലീനിയർ എന്ന് പറഞ്ഞാൽ ട്രേസ് ചെയ്യുന്നത് ഇവിടെ ഡിസെൻഡിനെ മദറിന്റെ ഫീമെയിൽ സൈഡിൽ കൂടിയാണ്. ഇൻ സൊസൈറ്റീസ് വേർ ദ ഫീമെയിൽ ലൈൻ ഈസ് യൂസ്ഡ് ടു ട്രേസ് ഡിസെൻഡ് ആൻഡ് പ്രോപ്പർട്ടീസ് ലൈക്ക് വൈസ് പാസ് ഡൗൺ ത്രൂ ദ ഫീമെയിൽ ലൈൻ ഓഫ് ആൻസിസ്റ്ററി. പൂർവികരിൽ നിന്ന് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യണത് ഫീമെയിൽ ലൈനിൽ കൂടി. മറ്റിടത്താണെങ്കിൽ പാട്രിയാർക്കലിൽ പ്രോപ്പർട്ടിയും അതുപോലെ അധികാരങ്ങളും എല്ലാം ട്രാൻസ്ഫർ ചെയ്യണത് മെയിൽ ലൈനിലാണെങ്കിൽ ഇവിടെ ഫീമെയിൽ ലൈനിൽ കൂടിയാണ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഈസ് നോൺ ആസ് മാട്രിലീനിയൽ ഫാമിലി. ഇങ്ങനെയുള്ള ഫാമിലിനെയാണ് മാട്രിലീനിയൽ ഫാമിലി എന്ന് പറയുന്നത്. മാട്രിയാർക്കൽ ഫാമിലി ഈസ് എ ടൈപ്പ് ഓഫ് ഫാമിലി ഇൻ വിച്ച് ദ വൈഫ് ഓർ മദർ ഈസ് ദ ചീഫ് അതോറിറ്റേറ്റീവ് ഫിഗർ. ചീഫ് അതോറിറ്റേറ്റീവ് ഫിഗർ എന്ന് പറയുന്നത് അമ്മയോ അല്ലെങ്കിൽ വൈഫോ ആകുന്ന അങ്ങനെയുള്ളതിനെയാണ് മാട്രിയാർക്കൽ ഫാമിലി എന്ന് പറയുന്നത്. മാട്രിയാർക്കൽ ഫാമിലി സിസ്റ്റം ഇംപ്ലൈസ് ദാറ്റ് ദ മദർ
നോട്ട് ദ ഫാദർ ഈസ് ഇൻ ചാർജ് ഓഫ് ദ ഹൗസ് ഹോൾഡ്. അവിടെ ഹൗസ് ഹോൾഡ് കാര്യങ്ങളുടെ ഒക്കെ ചാർജ് അമ്മയ്ക്കാണ്, പുരുഷനല്ല. വുമൺ ഹാവ് ദ റൈറ്റ്സ് ടു പെർഫോം റിലീജിയസ് റൈറ്റ്സ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഫാമിലി. ഈ ടൈപ്പ് ഫാമിലിയിൽ റിലീജിയസ് ഫങ്ഷൻസ് പെർഫോം ചെയ്യാനുള്ള അധികാരവും സ്ത്രീകൾക്ക് തന്നെയാണ്. ആൻഡ് ദ ഹസ്ബൻഡ് റിസൈഡ്സ് ഇൻ ദ വൈഫ്സ് ഹൗസ്. അപ്പോൾ വൈഫ്സ് ഹൗസിൽ ഹസ്ബൻഡ് താമസിക്കാറുണ്ട്, പക്ഷെ അധികാരങ്ങളും കാര്യങ്ങളും ചെയ്യുന്നതും എല്ലാം സ്ത്രീകളാണ്. ഇനി അടുത്തത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഈ ന്യൂക്ലിയർ ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അനുസരിച്ച് ഓരോ ഫാമിലി എങ്ങനെയാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്. ന്യൂക്ലിയർ ഫാമിലി കൺസിസ്റ്റ് ഓഫ് 2 ജനറേഷൻസ് ഓഫ് എ ഫാമിലി ലിവിങ് ഇൻ ദ സെയിം ഹോം. അപ്പോൾ ഒരു ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത് അതിനകത്ത് കൺസിസ്റ്റ് ചെയ്യുന്നത് 2 ജനറേഷൻസ് ആണ്. അതൊരു ഫാമിലിയിൽ ജീവിക്കുക, ഒരു വീട്ടിൽ ഒരു ഹോമിൽ ജീവിക്കുക, അങ്ങനെ ഒരു കുടുംബത്തിൽ 2 ജനറേഷൻസ് ഉള്ളതിനെയാണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. ഇൻ മോസ്റ്റ് കേസസ് ദിസ് മീൻ പാരൻസ് ആൻഡ് ദെയർ ചിൽഡ്രൻ ഷെയർഡ് എ ഹോം. അപ്പൊ ഇതിൽ സാധാരണ കാണപ്പെടുന്നത് അച്ഛനും അമ്മയും, പാരൻസ് മാതാപിതാക്കളും, പിന്നെ അവരുടെ കുട്ടികളും. ആൻഡ് എക്സ്റ്റെൻഡഡ് ന്യൂക്ലിയർ ഫാമിലി വാസ് ഡിഫൈൻഡ് ആസ് എ ജോയിന്റ് ഫാമിലി. ഇനി ഈ ന്യൂക്ലിയർ ഫാമിലി തന്നെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ, ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ ഇറ്റ് വിൽ ബിക്കം എ ജോയിന്റ് ഫാമിലി. ദെയർഫോർ ജോയിന്റ് ഫാമിലി ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് ദ ന്യൂക്ലിയർ ഫാമിലി ഹൊറിസോണ്ടലി ആസ് വെൽ ആസ് വെർട്ടിക്കലി. ഹൊറിസോണ്ടലായിട്ടും അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് ഈ ന്യൂക്ലിയർ ഫാമിലി. അതിനെയാണ് ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയലായിട്ട്, ഹൊറിസോണ്ടലായിട്ട്, അല്ലെങ്കിൽ കോലാറ്ററലായിട്ട്, വെർട്ടിക്കലായിട്ടും ഫാമിലി എക്സ്റ്റെൻഡ് ചെയ്യുക. ദ ഫാമിലി ബിക്കംസ് എ ജോയിന്റ് വെൻ മോർ റിലേറ്റീവ്സ് ആഡഡ് ടു ദ ന്യൂക്ലിയർ ഫാമിലി. ഇപ്പൊ ന്യൂക്ലിയർ ഫാമിലിയിൽ കൂടുതൽ മെമ്പേഴ്സ് വന്നു കഴിയുമ്പോൾ ഇറ്റ് വിൽ ബിക്കം എ ജോയിന്റ് ഫാമിലി. ആസ് എ റിസൾട്ട് എ ജോയിന്റ് ഫാമിലി ഇൻക്ലൂഡ്സ് ന്യൂക്ലിയർ ഫാമിലി ആസ് വെൽ ആസ് ഓൾ റിലേറ്റീവ്സ് ലിവിങ് ഇൻ ദ സെയിം ഹൗസ് ഹോൾഡ് ഫ്രം ദ ഹസ്ബൻഡ്സ് ഓർ വൈഫ് സൈഡ്. അപ്പോൾ ഒരു ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത് അതിൽ ന്യൂക്ലിയർ ഫാമിലിയും അതുപോലെ തന്നെ അവരുടെ റിലേറ്റീവ്സും മറ്റ് ഹൗസ് ഹോൾഡും ഫ്രം ദ ഹസ്ബൻഡ്സ് വൈഫ് സൈഡിൽ നിന്നുള്ളവരും, അവരുടെ അച്ഛൻ, അമ്മ, പെങ്ങള്, പെങ്ങളുടെ മക്കള്, അങ്ങനെ എല്ലാ ബന്ധുക്കളും ഒത്തുചേരുമ്പോഴേക്കും ഇറ്റ് ജോയിന്റ് ഫാമിലി ഫോമിങ്. ജോയിന്റ് ഫാമിലി ഈസ് ഓൾസോ നോൺ ആസ് എക്സ്റ്റെൻഡഡ് ഫാമിലി. അപ്പൊ കുറെ കൂടി വികസിപ്പിച്ച ഒരു ഫാമിലിയാണ് ന്യൂക്ലിയർ ഫാമിലി. അതുകൊണ്ട് ജോയിന്റ് ഫാമിലിനെ, ജോയിന്റ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയർ ഫാമിലീസ് ജോയിൻ ചെയ്താകുന്നതാണ് ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. അച്ഛൻ, അമ്മ, പിന്നെ അപ്പാപ്പനമ്മാമ, അവരുടെ അപ്പാപ്പനമ്മാമ, പെങ്ങൾ, അങ്ങനെ വരുമ്പോൾ ജോയിന്റ് ഫാമിലിക്ക് പല 2, 3, 4 ജനറേഷൻസ് വരെ അവിടെ ആകാം. ഇനി അപ്പൊ അതുകൊണ്ട് ജോയിന്റ് ഫാമിലിനെ വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്, എക്സ്റ്റെൻഡഡ് ഫാമിലി. അപ്പൊ ഈ സോഷ്യോളജിയിലും ആന്ത്രപ്പോളജിയിലും ഈ ജോയിന്റ് ആൻഡ് എക്സ്റ്റെൻഡഡ് ആ പദങ്ങൾ ഒന്നിന് പകരം മറ്റേതായിട്ട് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ജോയിന്റ് ഫാമിലി. അതായത് ഇവിടെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് പഠിച്ചേക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോയിന്റ് ഫാമിലി ആർ ഷെയർഡ് റെസിഡൻസ്. എല്ലാവർക്കും കൂടി ഒരു റെസിഡൻസ്, താമസം സ്ഥലം ഒന്ന്. ജോയിന്റ് കിച്ചൺ, അവിടെ എല്ലാവർക്കും കൂടിയുള്ള ഒരു അടുക്കളയുണ്ട്, ജോയിന്റ് കിച്ചൺ. ലാർജ് ഇൻ സൈസ് ആൻഡ് കോമ്പോസിഷൻ, ഫാമിലിയുടെ സൈസും കോമ്പോസിഷനൊക്കെ ലാർജ് ആണ്. എഫിനൽ ആൻഡ് കോൺസാങ്കുനർ റിലേറ്റീവ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. അവിടെയുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് എഫിനൽ റിലേഷൻസിലുള്ളവരും കോൺസാങ്കുനർ റിലേഷൻസ്, ഇപ്പൊ അച്ഛനും മക്കളും അല്ലെങ്കിൽ അമ്മയും മക്കളും എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ബ്ലഡ് റിലേഷൻസ് ആണ്. ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് എഫിനൽ ആണ്. അപ്പൊ വൈവാഹിക ബന്ധത്തിലൂടെയും ബ്ലഡ് റിലേഷൻസിലൂടെയുള്ള റിലേറ്റീവ്സ് എല്ലാം അവിടെ ഉണ്ടാവും. പ്രിൻസിപ്പിൾ ഓഫ് സീനിയോറിറ്റി ഓൺ ഏജ് ആൻഡ് ജെൻഡർ. അപ്പൊ സീനിയോറിറ്റി ഏജും ജെൻഡറും ഒക്കെ നോക്കിയിട്ടാണ്. ഇപ്പൊ മാട്രിലീനിയലാണെങ്കിൽ അമ്മയ്ക്ക് കൂടുതൽ അധികാരം, അതുപോലെ സീനിയോറിറ്റി, അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ ആണ് അവിടെ ഉള്ളെങ്കിൽ ഗ്രാൻഡ് മദറിന്, പിന്നെ അതുപോലെ പാട്രിലീനിയൽ ആണെങ്കിൽ മെയിലിനാണ് കൂടുതൽ അധികാരങ്ങളും സീനിയോറിറ്റിയും എല്ലാം. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഓൺ ബേസിസ് ഓഫ് പൊസിഷൻ. ഓരോരുത്തരുടെയും പൊസിഷൻ അനുസരിച്ച് അവരുടെ റെസ്പോൺസിബിലിറ്റിയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പുരുഷന്മാരിന്നത്, സ്ത്രീകൾ ഇന്ന ജോലി ചെയ്യുക, അങ്ങനെ ഓരോ ഉത്തരവാദിത്തങ്ങളും അവർക്ക് ഓരോരുത്തർക്കായിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്, പരസ്പരം അവകാശങ്ങളും ഉണ്ട്, കടപ്പാടുകളും ഉണ്ട്. മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്. ആൻഡ് എക്കണോമിക് യൂണിറ്റ് ഓഫ് കൺസപ്ഷൻ, എല്ലാവർക്കും കൂടിയുള്ള ഒരു എക്കണോമിക് യൂണിറ്റും കൂടിയാണ് അത്. അവരുടെ കാര്യങ്ങളെല്ലാം, ചെലവും കാര്യങ്ങളും എല്ലാം ആ കുടുംബത്തിലെ എല്ലാവരുടെയും ഒരേപോലെ നടത്തി കൊടുക്കും. അതുകൊണ്ടാണ് എക്കണോമിക് യൂണിറ്റ് ഓഫ് കൺസപ്ഷൻ, ഉപഭോഗത്തിന്റെ ഒരു എക്കണോമിക് യൂണിറ്റും കൂടിയാണ്. കോമൺ റിലീജിയസ് ഫങ്ഷൻസ് ആൻഡ് റിച്വൽസ്, എല്ലാവർക്കും കൂടി കോമൺ റിലീജിയസ് ഫങ്ഷൻസ് ഉണ്ട്, റിച്വൽസ് ഉണ്ട്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം കോമൺ ആയിരിക്കും.
Joint family is typically found in India, China, Japan because a large population in these countries are connected to tradition in agriculture. അപ്പോൾ പുരാതന കാലത്ത് മിക്കവരും ഈ രാജ്യത്തിലുള്ളത് മിക്കവാറും ആളുകൾ അഗ്രികൾച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ജീവിക്കുന്നത് ഇന്ത്യ, ചൈന, ജപ്പാൻ മുതലായ രാജ്യങ്ങളിൽ. അപ്പോൾ അവിടെയൊക്കെ ഈ സിസ്റ്റം ജോയിന്റ് ഫാമിലി സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ജോയിന്റ് ഫാമിലി ഈസ് വൺ ഓഫ് ദ ത്രീ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫണ്ടമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയിൽ 3 അടിസ്ഥാനപരമായ ഫണ്ടമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിലൊന്ന് ഈ ജോയിന്റ് ഫാമിലിയാണ്. മറ്റ് 2 ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കാസ്റ്റ് ആൻഡ് വില്ലേജ്. അത് ഇന്ത്യയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഈ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കൂടുതൽ ഇമ്പോർട്ടൻസ്. അതായത് മറ്റു രാജ്യങ്ങളിൽ കാസ്റ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അധികം കാണാൻ കിട്ടുന്നില്ല. പക്ഷേ ഇന്ത്യൻ സൊസൈറ്റിയുടെ പ്രത്യേകതയാണ് there are 3 most important institutions. One is joint family, the second one is caste, and the third is village. Factors for variations. Generally, the factors leading to change in the family are discussed in the context of the issue of disintegration of the joint family. അപ്പം ജോയിന്റ് ഫാമിലി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം അതാണ് വേരിയേഷൻസ്, കുടുംബങ്ങളിൽ വേരിയേഷൻസ് ഉണ്ടാകാനുള്ള ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സ്. അത് ഫസ്റ്റ് വൺ മോണിറ്റൈസേഷൻ ഓഫ് ദ എക്കണോമി. ഫസ്റ്റ് മോണിറ്റൈസേഷൻ ഓഫ് ദ എക്കണോമിയാണ്. ദ ഷിഫ്റ്റ് ഫ്രം ബാർട്ടർ എക്സ്ചേഞ്ച്, ധനസമ്പാദന മാർഗങ്ങളിലൊക്കെ വ്യത്യാസം വന്നു. ദ ഷിഫ്റ്റ് ഫ്രം ബാർട്ടർ എക്സ്ചേഞ്ച് ടു എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂ ക്യാഷ്. ആദ്യം ബാർട്ടർ എക്സ്ചേഞ്ച് ആയിരുന്നെങ്കിൽ പിന്നീട് ഗുഡ്സും സർവീസ് അതെല്ലാം കൊടുത്തിട്ട് ക്യാഷ് സ്വീകരിക്കുക, അങ്ങനെ ഒരു വ്യത്യാസം വന്ന്. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഒക്കപ്പേഷണൽ ഓപ്പർച്യൂണിറ്റീസിൽ ഡൈവേഴ്സിഫിക്കേഷൻ വന്ന്. അതുപോലെ improvement for information and communication technologies not only brought about a change in the economy but also impacted the structure of the family. അപ്പോൾ അതുപോലെ ഇൻഫോർമേഷൻ, കമ്മ്യൂണിക്കേഷൻ അതിലൊക്കെ വന്ന ഇമ്പ്രൂവ്മെന്റ്, ഇതെല്ലാം വേരിയേഷൻസ് ഫാമിലിയിൽ ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. ദ മോണിറ്റൈസേഷൻ ഓഫ് എക്കണോമി വാസ് ദ ഔട്ട്കം ഓഫ് കൊളോണിയൽ പോളിസി ബട്ട് ഇറ്റ് ഡ്രാസ്റ്റിക്കലി ട്രാൻസ്ഫോംഡ് ഇന്ത്യൻ സോഷ്യൽ സ്ട്രക്ചർ. സെക്കൻഡ്, ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ. വേറെ ഒരു വേരിയേഷന്റെ കാരണം ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ, വ്യവസായവൽക്കരണം അതുപോലെ അർബനൈസേഷൻ, നഗരവൽക്കരണം ഒക്കെ. ഇന്ത്യൻ family life pattern was seen to be shifting as a result of 2 processes. ഈ 2 പ്രോസസ്സ്, ഇൻഡസ്ട്രിയലൈസേഷൻ അതുപോലെ അർബനൈസേഷൻ മൂലം ഇന്ത്യൻ ഫാമിലി ലൈഫ് പാറ്റേൺ തന്നെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ദ അക്വൾച്ചറേഷൻ ഓഫ് ആൻ അർബൻ ലൈഫ് സ്റ്റൈൽ റിസൾട്ടഡ് ഫ്രം പീപ്പിൾ മൈഗ്രേറ്റിംഗ് ഫ്രം റൂറൽ ടു അർബൻ ഏരിയാസ് ടു വർക്ക് ഇൻ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യാൻ വേണ്ടി റൂറൽ സൈഡിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് ആളുകൾ പോയപ്പോൾ അവരുടെ ജീവിത രീതി തന്നെ, ലൈഫ് സ്റ്റൈൽ തന്നെ ആകെ ഷിഫ്റ്റ് ചെയ്ത്. ഡെൻസിറ്റി ഓഫ് പീപ്പിൾ, ഹെട്രോജീനിറ്റി ഓഫ് പോപ്പുലേഷൻ, ജോബ് ഡൈവേഴ്സിറ്റി ആൻഡ് സ്പെഷ്യലൈസേഷൻ ആൻഡ് കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബർ ആർ ഓൾ ഹോൾമാർക്സ് ഓഫ് അർബൻ ലിവിംഗ്. അർബൻ ലിവിങ്ങിന്റെ മുഖമുദ്രകളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഡെൻസിറ്റി ഓഫ് പീപ്പിൾ, ഹെട്രോജീനിറ്റി ഓഫ് പോപ്പുലേഷൻ, ജോബ് ഡൈവേഴ്സിറ്റി ആൻഡ് സ്പെഷ്യലൈസേഷൻ ആൻഡ് കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബർ. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ അവരുടെ ജോലിയുടെ മുഖമുദ്രകൾ മാറിയതോടെ ആളുകളുടെ ജീവിത രീതി വ്യത്യാസപ്പെട്ടു. അതോടുകൂടി കുടുംബങ്ങളിലും വ്യത്യാസങ്ങൾ സംഭവിച്ചു. ബെറ്റർ ആക്സസ് ടു എഡ്യൂക്കേഷണൽ ആൻഡ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദ പ്ലാൻ. അപ്പോൾ ഈ ഇങ്ങനെ ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ അർബനൈസേഷനിലൂടെ ബെറ്റർ ആക്സസ് ടു എഡ്യൂക്കേഷണൽ ആൻഡ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് വളരാൻ തുടങ്ങി. ഇൻ അഡീഷൻ ടു എ ലാക്ക് ഓഫ് ലിവിംഗ് സ്പേസ്, അർബൻ ലൈഫ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇംപേഴ്സണാലിറ്റി ആൻഡ് അനോണിമിറ്റി. ഇനി ഇങ്ങനെ പല ഗുണങ്ങളും ഉണ്ടെങ്കിലും കുറേ ദോഷങ്ങളും ഇതുപോലെ അർബൻ ലൈഫിലുണ്ട്. അവിടെ ലാക്ക് ഓഫ് ലിവിങ് സ്പേസ് കാരണം അർബൻ ലൈഫ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇംപേഴ്സണാലിറ്റി. പരസ്പരം ബന്ധമില്ലാണ്ട് ഒരു ശത്രുത മനോഭാവത്തോടുകൂടി ജീവിക്കുന്ന പോലും തോന്നും. കാരണം പരസ്പരം ഗ്രാമപ്രദേശത്തെ ആളുകൾ ജീവിച്ചിരുന്ന അതേ അടുപ്പത്തിൽ ആരും ജീവിക്കുന്നില്ല. അപ്പൊ അതാണ് അടുത്തത്. പിന്നെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ഓൾസോ എഫക്റ്റിംഗ് ദ വേരിയേഷൻ ഓഫ് ദ ഫാമിലി. പിന്നെ ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് ആൻഡ് ഗവൺമെന്റ് പോളിസീസ്. കുറെ ലെജിസ്ലേറ്റീവ് മെഷേഴ്സും ഗവൺമെന്റ് പോളിസീസും ആണ് ഓൾസോ ഹെൽപ്പിംഗ് ടു make changes in the family system. The Indian Workmen Compensation Act in 1923, similarly Minimum Wage Act in 1948, അതുപോലെ ലേണിംഗ് ആക്ട്